ഞങ്ങൾ അകന്നുപോയി, ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. നമുക്ക് മറികടക്കാനാകാത്ത പരാജയമാണ്. ഇത് പരാജയം തന്നെയാണെന്ന് ഞാൻ പരാജയം. ഡിഫീറ്റ് ഇസ് എ ഡിഫീറ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഖ്യ വിഷയം ദൈവമല്ല, മനുഷ്യനാണ്. മുഖ്യമന്ത്രി വിമർശിക്കാനോ വിമർശിക്കാനോ CPI ഭയമില്ല. കേരളത്തിലെ കോൺഗ്രസ്സിലെ ഒരുപാട് നേതാക്കന്മാർക്ക് നാഷണൽ പൊളിറ്റിക്സിൻ്റെ ഇംപ്ലിക്കേഷൻസ് അറിയില്ല. ഞങ്ങൾ ഉറക്കത്തിൽ പോലും സ്വപ്നത്തിൽ പോലും BJPക്ക് സഹായമൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളെല്ലാം കണ്ടത് എത്ര വലിയ പരാജയം സംഭവിച്ചാലും ഡീസൻറ്റ് നമ്പർ ഓഫ് സീറ്റ്സ് കിട്ടുമെന്നാണ് CPIയും CPMും LDF as എ ഹോൾ കണക്ക് കൂട്ടിയത്. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ്. പിണറായി വിജയൻ സർ, എന്താണ് റീസൺസ്? ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷം ഇല്ലാതാവാനുള്ള റീസൺസ് എന്താണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഞങ്ങൾ അകന്നുപോയി, ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. അത് തന്നെയാണോ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ അളവിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഞങ്ങൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിലുള്ള വലിയൊരു താക്കീതാണ് ബംഗാളും ത്രിപുരയൊക്കെ. ആ പാഠം പഠിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം. ഈ ഇലക്ഷൻ ഞങ്ങൾക്കുള്ള നല്ല മുന്നറിയിപ്പാണ്. അത് ഞങ്ങൾ അങ്ങനെ തന്നെ കാണണം. ഒരു പരാജയത്തെ നമുക്ക് രണ്ട് വഴിക്ക് കാണാം. നമുക്കെല്ലാം ഉള്ള കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഒക്കെ ഉള്ള സാമർഥ്യം വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കലായിട്ടുള്ള ഗിമ്മിക്സ് എല്ലാം മുഖേന ഇത് പരാജയമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാം. അതൊരു വഴിയാണ്. പക്ഷെ നമ്മുടെ അത്തരം സാമർഥ്യങ്ങളുള്ളൊരു കാര്യമില്ല. ഞാനീ ഫലം പ്രഖ്യാപിച്ച അന്ന് തന്നെ പറഞ്ഞ ആളാണ്. നമ്മുടെ ഉപയോഗിച്ച വാക്ക് നമ്മുടെ വ്യാഖ്യാന പാഠവും കൊണ്ടോ വിശകലന സാമർഥ്യം കൊണ്ടോ നമുക്ക് മറികടക്കാനാകാത്ത പരാജയമാണ്. ഇത് പരാജയം തന്നെയാണെന്ന് ഞാൻ പരാജയം. ഡിഫീറ്റ് ഇസ് എ ഡിഫീറ്റ്. ആദ്യം ചെയ്യേണ്ട കാര്യം അത് പരാജയമാണ് എന്ന് അംഗീകരിക്കലാണ്. എന്തുകൊണ്ട് ഈ പരാജയമുണ്ടായി എങ്ങനെ അതിൻ്റെ ഒന്നാമത്തെ പടം ഇതാണ്. പരാജയമാണ് അംഗീകരിക്കലാണ്. പരാജയം തന്നെയാണത്. പരാജയം എന്ന് വെച്ചത് തന്നെ ഞങ്ങളുടെ മാസ് ബേസായിട്ട് എപ്പോഴും കരുതി പോകുന്നത് ഞങ്ങളുടേതാണെന്ന് ഞങ്ങൾ കരുതി പോകുന്ന ഒരു ജില്ലാഭാഗമുണ്ട്. ഞങ്ങൾ അവർക്കും അവർ ഞങ്ങൾക്കും അത്രയും ഇൻറ്റിമേറ്റായിരുന്നു. ഇപ്പോൾ അവർക്ക് ഞങ്ങളെപ്പറ്റി ആ ഒരു വിശ്വാസം അതുപോലെ ഉണ്ടോ? അതിന് ഒരു ഉലച്ചിലുണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ നല്ലവണ്ണം അകത്തേക്ക് നോക്കണം. If it is allowed, it may be called a sort of soul searching ആണ്. അകത്തേക്ക് നോക്കണം. ഞങ്ങളുടെ ഭാഗത്ത് പാളിച്ചുകൊണ്ടോ എന്ന് നോക്കണം. എന്നുണ്ടെങ്കിൽ പാളിച്ചുകൊണ്ടെങ്കിൽ തിരുത്തണം. അതാണ് ഞങ്ങൾ തിരുത്തി മുമ്പോട്ട് പോകും. ഞങ്ങൾക്ക് ഭയപ്പാടില്ല എന്ന് പറയുന്ന കാര്യം അതാണ്. We are not weeping or lamenting. We are highly confident that we will look in the verses, we will find out our mistakes, and we will rectify them, and we will march forwards. ഇതാണ് ഞങ്ങളുടെ ഓൺവേർഡ് ട്രാക്ക്. ഇതാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തീർന്നു. പക്ഷേ എനിക്കറിയാം അതിന് ഞങ്ങളെ പാകപ്പെടുത്തണം. ടോപ്പ് ടു ബോട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDFും ഞങ്ങളെ പാകപ്പെടുത്തണം. അതിലൊരുപാട് കാര്യം പെടുന്നുണ്ട്. ഞങ്ങളുടെ വാക്ക്, ഞങ്ങളുടെ പ്രവൃത്തി, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ എല്ലാം. ഞങ്ങളെല്ലാം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകന്മാരും ജനങ്ങളുടെ റഡാറിലാണ് ജീവിക്കുന്നത്. ദേ ഒബ്സർവ് അസ്. അപ്പോൾ അവർ നോക്കുന്നുണ്ട് ഞങ്ങളെന്താ പറയുന്ന കാര്യമാണോ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളൊന്ന് പറയുന്നു, വേറെ ഒന്ന് ചെയ്യുന്നു. അതിൽ ഞങ്ങൾക്ക് വലതുപക്ഷത്ത് കാണിക്കുന്നവർക്കറിയാം. വലതുപക്ഷം ഈസ് ഫോർ ദാറ്റ് ഉള്ളി. ഒന്ന് പറയുന്നു, വേറെ ചെയ്യുന്നു. ദാറ്റ് ഇസ് ദ റൈറ്റ് വേ ഓഫ് പൊളിറ്റിക്കൽ വർക്ക്, നോട്ട് ദ റൈറ്റ്. പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പൻ രാഷ്ട്രീയത്തിൻ്റെ വഴി അതാണ്. ഒന്ന് പറയും, വേറെ ചെയ്യും. അതല്ല ലെഫ്റ്റിൻ്റെ വഴി. ലെഫ്റ്റിന് അങ്ങനെ ചെയ്യാൻ അവകാശമില്ല. അത് ജനം സമ്മതിക്കുന്നില്ല. ജനങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ഇൻ ഇറ്റ്സ്
വേഡ്സ് ആൻഡ് ഡീഡ്സ് ഷുഡ് ബി ഡിസ്റ്റിങ്ക്ട് ഫ്രം ദാറ്റ് ഓഫ് ദ റൈറ്റ് എന്നാണ് അവരെ പ്രതീക്ഷിക്കുന്നത്. പൊളിറ്റിക്കൽ പറഞ്ഞ് ത്രിപുരയും വെസ്റ്റ് ബംഗാളും പോലെ ആയിട്ടില്ല. പക്ഷെ നമ്മൾ ആ ഒരു പാത്തിലേക്ക് പോവുകയാണ്. കാരണം താങ്കളുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്ത് തീരുന്നത് തന്നെ നമുക്ക് റീകണക്ട് വിത്ത് പീപ്പിൾ എന്നതിലേക്ക് തിരിച്ചു പോകണമെന്നാണ്. അതായത് റീകണക്ട് നമുക്കിപ്പോൾ ഇല്ല എന്ന് പരോക്ഷമായിട്ടെങ്കിൽ സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അംഗീകരിക്കുന്നുണ്ട്. അത് ലെഫ്റ്റിന്റെ ആണെങ്കിൽ സി പി ഐയുടെ കാര്യം. സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അല്ല, ഇത് ഞങ്ങളുടെ ഒരു പാർട്ടി കോൺഗ്രസ്, പുതുച്ചേരി പാർട്ടി കോൺഗ്രസ് 2015 പറഞ്ഞ കാര്യമാണ്. പിന്നെ വന്ന് കൊല്ലം പാർട്ടി കോൺഗ്രസും വിജയവാഡ കോൺഗ്രസും ആവർത്തിച്ച കാര്യങ്ങളുടെ സാരാംശത്തിൽ ഇതുണ്ട്. ആ വാക്ക് അവിടെ ശരി. ഞാനിപ്പോൾ നൂറുകണക്കിന് പാർട്ടി മീറ്റിങ്ങുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ്. ആ വാക്ക് ശരിയായി പറഞ്ഞത് റീകണക്ട് വിത്ത് ദ പീപ്പിൾ എന്ന് ഞങ്ങൾ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വി ആർ ഏറ്റുപറയുന്നത് ഞങ്ങൾ ദാറ്റ് കണക്ട് ഈസ് ലോസ്റ്റ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം കഴിയുന്ന ഒരു ആർജവമാണ്. ഇതെടുത്ത നിങ്ങൾ കാണുന്നത് തന്നെ, നിങ്ങൾ മൂടി വയ്ക്കാൻ പാടില്ല, അവഗണിക്കാനും പാടില്ല. സി പി ഐക്ക് മാത്രം കഴിയുന്നൊരു ആർജവമാണത്. വി അക്സെപ്റ്റ് ദ റിയാലിറ്റി. ഞങ്ങളത് ഏറ്റു പറയുകയാണ്. That's why we are supposed to we are calling the people or ourselves for a reconnection. ഇത് സി പി ഐക്ക് മാത്രം വേണ്ട ഒരു തിരിച്ചറിവാണ്. കാരണം കേരളത്തിലെങ്കിലും പ്രധാന പാർട്ടി ഇപ്പോഴും സി പി എം ആണ്. കേരളത്തിലെങ്കിലും നല്ല ഇടതുപക്ഷത്തെ പ്രധാന പാർട്ടി സി പി എം ആണ്. അല്ലല്ല, അങ്ങനെ പറയണ്ട. കേരളത്തിലതെ, പക്ഷേ എല്ലായിടത്തും അല്ല. കേരളത്തിലെങ്കിലും പ്രധാന പാർട്ടി പ്രധാന പാർട്ടി നോ ഡൗട്ട്സ്. അതെ, അല്ല ഞാനീ പറയുന്ന കാര്യങ്ങൾ പൊതുവിലുള്ള ഒരു കറക്ഷൻ്റെ ഭാഗം പറയുന്നതൊന്നും സി പി ഐക്ക് മാത്രം ബാധകമല്ല. പക്ഷെ സി പി ഐയുടെ ബോധ്യങ്ങളാണ് പറയുന്നത്. ആ രീതിക്ക് സി പി ഐയുടേതാണ്. പക്ഷെ സി പി ഐക്ക് മാത്രമായിട്ട് ഇതെല്ലാം ചെയ്യാനുള്ള അവകാശം അതെനിക്കില്ല. സി പി ഐക്ക് ഈ ബോധ്യമുണ്ട്. അത് സി പി ഐ ഉചിതമായ രീതിയിൽ എല്ലാ ലെഫ്റ്റ് സർക്കിളിലേക്കും കൈമാറാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി സർ പറഞ്ഞതിലേക്ക് തിരിച്ചു വന്നാൽ ഈ റീകണക്ട് എന്നുള്ളതുകൊണ്ട് ഓൺ ഗ്രൗണ്ട് എന്ത് ചെയ്യണമെന്നാണ് സി പി ഐ കരുതുന്നത്? ഞാനത് ചോദിക്കുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ 2 പാർലമെന്റ് ഇലക്ഷനിലെ എൽ ഡി എഫിന് ദയനീയ പരാജയം ഉണ്ടായി. ഈ ലേറ്റസ്റ്റ് ഇലക്ഷനിലെ റിസൾട്ട് വിലയിരുത്തുകയാണ്. അപ്പോൾ സി പി എമ്മും പറയുന്നുണ്ട് സി പി ഐ തിരുത്തൽ വരുത്തും. എന്ത് തരം തിരുത്തലാണ്? വളരെ സ്പെസിഫിക് ആയിട്ട് ജനങ്ങളിലേക്ക് പോകുക എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. എന്താണ് സ്പെസിഫിക് ആയിട്ട് ലെഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം വെച്ചാൽ, പണ്ട് ഞങ്ങളുടെ പാർട്ടി എല്ലാ സ്ഥലങ്ങളിലും ലെഫ്റ്റ് പാർട്ടീസ് പൊതുവിലും സി പി എമ്മും പ്രത്യേകിച്ചും ഞങ്ങളുടെ പാർട്ടിക്ക് അത്രയും വലിയ വിപുലമായിട്ടുള്ള പ്രസൻസ് എല്ലായിടത്തും താഴെ വരെയില്ല. പക്ഷേ വി ഹാവ് കൺസിഡറബിൾ പ്രസൻസ്. അവിടെയെല്ലാം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു രീതി ഞങ്ങൾ അവിടെ നിത്യജീവിതത്തിലുണ്ടായിരുന്നു. സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാത്തിലും ഞങ്ങളുണ്ടായിരുന്നു. ഓരോ വീടുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം പഴയ പോലെ ഇപ്പോഴില്ല. ഇതും പറയാൻ പഴയ പോലെ ഇല്ല. ഏതായാലും പണ്ട് ഒരാവശ്യം വന്നാൽ സി പി ഐ സെക്രട്ടറിയെ, ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിക്കും. ബ്രാഞ്ച് സെക്രട്ടറിക്ക് അറിയാം, ബ്രാഞ്ച് സെക്രട്ടറി അവിടെ എത്തും. സി പി എമ്മിനും അങ്ങനെ എനിക്ക് ഒരുപാട് കാഡർമാരെ അറിയാം. ഞങ്ങളുടെ പാർട്ടിക്ക് പറ്റാതെ സി പി എം കാഡറും ഉണ്ടായിരുന്നു. അവർ ഗ്രാമത്തിലെയും ടൗണിലെയും എല്ലാവരുടെയും ആളായിരുന്നു. പ്രത്യേകിച്ചും പാവങ്ങളുടെ, ആരുമില്ലാത്തവർക്ക് എന്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പാർട്ടിയുണ്ട്, ഒരു പ്രശ്നം വന്നാൽ പാർട്ടിയുണ്ട് ഞങ്ങൾ സഹായിക്കാൻ. പാർട്ടി ന്യായത്തിൻ്റെ കൂടെ നിൽക്കും. അന്യായം ചെയ്യാൻ വേണ്ടി പോലീസ് വന്നാൽ പാർട്ടി ആ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കും, ഞങ്ങളോട് നിൽക്കും. അല്ലെങ്കിൽ വേറൊരു പ്രശ്നം പറ്റുന്നു, അവിടെ ഒരു അനീതി സംഭവിക്കുന്ന ഒരു ഭാഷ ഉണ്ടാകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനം ന്യായത്തിൻ്റെ ഭാഗത്തായിരിക്കും എന്ന് ജനങ്ങൾ പൊതുവെ കരുതിയിട്ടുണ്ട്. അതിന് മാറ്റമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം. ഗ്രാസ് റൂട്ടിൽ ഇതൊക്കെയാണ് ഞാൻ കാണുന്നത്. ഇത് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബിക്കം ബിഗർ. എന്നല്ല ലെഫ്റ്റ് ഇടതുപക്ഷം എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല. നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പം ഞാനീ പറഞ്ഞ താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. പാർട്ടി മീറ്റിങ്ങുകളൊക്കെ പറഞ്ഞു. ഞാൻ പറയും ഇടതുപക്ഷമാകണം. ഇടതുപക്ഷം പേരിൽ മാത്രം ഇടതുപക്ഷമായി പോരാ. ഞാൻ പാർട്ടിക്കകത്ത് എപ്പോഴും പറഞ്ഞ കാര്യമാണ്. പേരിൽ മാത്രം ഇടതുപക്ഷമായാൽ അതൊരു ഉള്ളു പുടന്തുറയി പോകും.
ഒരർത്ഥമില്ല. അതിൻ്റെ കാമ്പ് എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ ബോധമാണ്. അതില്ലെങ്കിൽ ഇത് പുറന്തോടെ പേര് മാത്രമാണ്. ലെഫ്റ്റും റൈറ്റും LDF UDF. അപ്പോൾ LDFും UDFും തമ്മിൽ വ്യത്യാസം എന്താ? ഇപ്പോൾ ഒരു അക്ഷര വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാം ഉണ്ട്, അവിടെ U ഉണ്ട്. അത് മാത്രമല്ല, ആ വ്യത്യാസം അങ്ങനെ ആകാൻ പാടില്ല. അപ്പോൾ ഞാൻ പറയും LDFിൻ്റെ എല്ലെന്ന് പറഞ്ഞാൽ നീതിയുടെയും ന്യായത്തിൻ്റെയും ഭാഗത്ത് എവിടെയും തളരാതെയും വളയാതെയും നിൽക്കുന്ന നട്ടല്ലെന്നാണ് LDFിൻ്റെ എല്ലെന്ന് ഞാൻ പറയുമ്പോൾ കൈയടിക്കും ആൾക്കാർ. അങ്ങനെയാണ് ഞങ്ങളതിനെ കാണേണ്ടത്. വളയാത്ത നട്ടല്. മറ്റത് ഒരു UDF ആ നട്ടല്ലാകാൻ പറ്റുന്നുണ്ടോ? വളയാത്ത നട്ടല്ലാകാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾ അൺപ്രിൻസിപ്പിളായിട്ടുള്ള കോംപ്രമൈസിന് പോകുന്നുണ്ടോ? ഇതൊക്കെ ജനം നോക്കുന്നുണ്ട്. ജനം നമ്മളെ വിലയിരുത്തുന്നുണ്ട്. ഈ ഐഡിയോളജിക്കലി പറഞ്ഞ് മനസ്സിലായി. ഇലക്ട്രലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മാസ് ബേസ് ഉണ്ട്. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് അവർ ഇത്തവണ മാറി വോട്ട് ചെയ്തു എന്ന് തോന്നുന്നുണ്ട്. വലതുപക്ഷത്തിലേക്ക് ഉണ്ടായെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങളുടെ പരമ്പരാഗത ബന്ധുക്കൾ ഞങ്ങളെ വിട്ട് അവരുടെ ഭാഗത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, കള്ളമെന്ന് കൊണ്ടുവരുന്നൊന്നുമല്ല. ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ വിശ്വാസം എന്നേക്കുമായിട്ട് അവർ ഞങ്ങൾ കൈവിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. അത് ഞാൻ പറഞ്ഞത്. അവർ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നു, ഇങ്ങനെ പോയിട്ട് കാര്യം, ഇങ്ങനെ പോകരുത് എന്ന് പറയുകയാണ്. ഇങ്ങനെ പോകരുത്. അപ്പം അങ്ങനെ പോകരുതെന്ന് അവർ പറയുന്നുണ്ട്. ഞങ്ങളത് ഉൾക്കൊണ്ടാൽ ദേ വിൽ കം ബാക്ക് ടു അസ്. ഉൾക്കൊണ്ടില്ലെങ്കിൽ ബംഗാളാണ്. ഇവർ രണ്ടാണ് ചോദിച്ചതിന്റെ തുടർ ചോദ്യം. ഇപ്പൊ 2019 ഇടതുപക്ഷം ഇതുപോലൊരു പരാജയത്തെ ഫേസ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് പറയാൻ കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന് ശബരിമല ഒരു റീസൺ ആയിരുന്നു. 2 രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് വയനാട്ടിൽ വരുന്നു, അതിന്റെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2024 വരുമ്പോൾ ഈ കാരണങ്ങളൊന്നുമില്ല. ഇത്രയും വലിയൊരു പരാജയം ഏറ്റുവാങ്ങുന്നതിന് എക്സ്റ്റേണൽ റീസൺസ് ഒന്നുമില്ല. എല്ലാം ഇന്റേണൽ റീസൺസ് ആണ് കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ തന്നെയാണോ കരുതുന്നത്? കാരണം പറയാം, വേണമെങ്കിൽ പറയാം. അങ്ങനെ കാരണങ്ങൾ എടുക്കേണ്ട കാരണം പറയാനുണ്ടാകും. കാരണം ഒരിക്കലും ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷം ഉണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ മുൻകൈയിലായിരിക്കും. ഇന്ത്യ സഖ്യത്തിൻ്റെ എഡ്ജുണ്ട് നാഷണൽ പൊളിറ്റിക്സിൽ. അതിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്കുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആദ്യത്തെ വിത്ത് ഇട്ട പാർട്ടി CPI ആണ്. 2015 CPI പറഞ്ഞു ദ മെയിൻ എനിമി ഈസ് RSS കൺട്രോൾഡ് BJP. ഇറ്റ്സ് എ ഫാസിസ്റ്റ് ഓർഗനൈസേഷൻ RSS. അങ്ങനെ ഫാസിസ്റ്റായ RSSനാൽ നയിക്കപ്പെടുന്ന BJP ആണ് മുഖ്യ എതിരാളിയെന്ന് CPI അന്നേ പറഞ്ഞതാണ്. അവിടെ CPI അക്കോർഡിംഗ് ടു ദ മാർക്സിസ്റ്റ് പ്രിൻസിപ്പിൾസ് പറഞ്ഞു, ഒരു മുഖ്യ എതിരാളിയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ആ മുഖ്യ എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടി യോജിക്കാവുന്ന എല്ലാവരോടും യോജിക്കുക എന്നുള്ളതാണ്. And CPI defined it a broad-based സെക്യുലർ ഡെമോക്രാറ്റിക് ലെഫ്റ്റ് അലയൻസ് ഉണ്ടാകണം എന്നാണ് CPI എന്ന് പറഞ്ഞത്. അതാണ് ഇതിൻ്റെ വിത്ത്. അതാണ് അത് പതുക്കെ അന്നാരും ഉൾക്കൊണ്ടില്ല. ആരും ഉൾക്കൊണ്ടില്ല. ഭാഗം തന്നെയാണ് CPM. ഞാൻ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രയോഗത്തിൽ പങ്കെടുത്തോളാം. ഞാൻ CPM was very much there. ആ കൺഫ്യൂഷൻ പോട്ടെ, വിട്. ഇന്ത്യ അലയൻസിന്റെ പാർട്ടി ഫ്രണ്ട് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ മെഷീനറിയിൽ CPM മലപ്പുറം മാറി നിന്നു. ഒരുപക്ഷെ അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ തന്നെ കേരളം മാതിരി സംസ്ഥാനത്ത് നിങ്ങൾ പറഞ്ഞത് CPMന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചത് ഇന്ത്യ അലയൻസ് സ്ഥാനാർത്ഥി മത്സരിച്ചു. എവിടെ? തമിഴ്നാടൊക്കെ പോട്ടെ, രാജസ്ഥാൻ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിൻ്റെ. ഫ്രം ദ വെരി സെയിം പ്ലാറ്റ്ഫോം ദ ക്യാമ്പയിൻസ്. അപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞത് ആര് പറഞ്ഞാലും ഇന്ത്യ സഖ്യത്തിൽ CPM ഉണ്ട്, ഈക്വലി ഉണ്ട്. ഇനി പാർട്ടികരത് സമ്മതിക്കാൻ മടിയുണ്ടെങ്കിൽ ജനങ്ങളത് കണ്ടിട്ടുണ്ട്, അവർ വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPIയും CPMും ഇന്ത്യ സഖ്യത്തിനകത്തുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും ഞാൻ പറഞ്ഞ എൻ്റെയും നിങ്ങളുടെ അപ്രോച്ച് പറയാം. ഞാനിപ്പോൾ CPMനെ ഞൊട്ടാൻ വേണ്ടിയാണെങ്കിൽ എനിക്കിത് മതി, CPMനായിട്ടൊരു കിടുക്ക് കൊടുക്കാൻ. എൻ്റെ ലക്ഷ്യം അതല്ല.
CPIയും CPMും പൊതുവിൽ ഈ രാഷ്ട്രീയം പറഞ്ഞു. ആ രാഷ്ട്രീയം ഇന്ത്യ സഖ്യത്തിൻ്റെ വളർച്ചയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാർ ഞങ്ങളല്ല. CPIയും CPM പോലെ കോൺഗ്രസ്സാണ്. അപ്പോൾ ആ കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യ സഖ്യം ജയിച്ചാലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ പശ്ചാത്തലത്തിലാണെങ്കിൽ ഒരു എഡ്ജുണ്ട് കോൺഗ്രസിനും UDFനും കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്, 24-ലും ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല കാര്യം. അത് പറഞ്ഞുകൊണ്ട് വഴിമാറിപ്പോകാൻ ഞങ്ങളില്ല. ഒരു കാരണം കണ്ടുപിടിച്ച് രാഷ്ട്രീയ കാരണം ഇതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വഴിമാറിപ്പോയി കൂടാതെ റിയാലിറ്റി അതല്ല. ദ റിയൽ ഇഷ്യൂ ഈസ് മച്ച് ഡീപ്പർ. അത് തന്നെയാണ് പ്രശ്നം. അവിടെ നോക്കേണ്ടത് ഞങ്ങളും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിനകത്തുണ്ടായിട്ടുള്ള ഒരു വെളിച്ചിലാണ്. ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായ വോട്ടർക്ക് ഞങ്ങളെ പഴയ പോലെ ഇപ്പം വിശ്വസിക്കാനാകുന്നില്ല. ദേ ഹാവ് ഡൗട്ട്സ് ഓൺ അവർ പെർഫോമൻസ്. അത് ഞങ്ങൾ കണ്ടേ തീരുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പരമ്പരാഗത ബേസ് എന്ന് പറയുന്നൊരു വിഭാഗം ഞങ്ങളുടെ കൂടെ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. വി ഹാവ് ടു വിൻ ബാക്ക് ദം ആൻഡ് വി ഹാവ് ടു വിൻ ബാക്ക് ന്യൂ അലൈസ്, ന്യൂ സെക്ഷൻസ്. ഇന്നത്തെ ലോകരാഷ്ട്രീയത്തിലും കേരളത്തിലും ഇന്ത്യയിലും ലെഫ്റ്റ് വഹിക്കേണ്ടുന്ന പങ്കിൻ്റെ ശരികളെപ്പറ്റി ബോധ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളെ പിന്താങ്ങാൻ ഒരു പുതിയ വിഭാഗം, അനവധി പുതിയ വിഭാഗങ്ങൾ, മതങ്ങളല്ല ഞാൻ പറയുന്നത്, നോട്ട് എനി ഫോർമേഷൻസ് ഓഫ് എനി കാസ്റ്റ് ഓർ റിലീജിയൻ, ന്യൂ സെക്ഷൻസ് ഓഫ് മാസസ്, അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ട സമയത്ത് വാട്ട് ആക്ച്വലി ഹാസ് ഹാപ്പൻഡ് ഇസ് ദാറ്റ് മെനി ഓഫ് അവർ ട്രഡീഷണൽ ലൈഫ്സ് ഹു വെർ പാർട്ട് ഓഫ് അവർ അഡ്വാൻസ്മെൻറ്റ്സ്, അവർ നിസ്സംഗരായ ചില ആൾക്കാർ ദേ കെപ്റ്റ് aloof from us. ജനങ്ങളിൽ നിന്ന് അകന്നു പോയി എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഇലക്ഷൻ്റെ പരാജയം വരെ വേണ്ടി വന്നു. ഞങ്ങളുടെ ഒരു പരാജയം. ഞങ്ങൾ ആരും ഈ ഫലം പ്രഖ്യാപിക്കുന്നത് വരെയും ഇത്രയും സെറ്റ് ബാക്ക് കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാം കണ്ടത് എത്ര വലിയ പരാജയം സംഭവിച്ചാലും ഡീസൻറ്റ് നമ്പർ ഓഫ് സീറ്റ്സ് കിട്ടുമെന്നാണ് CPIയും CPMും LDF as a ഹോൾ കണക്ക് കൂട്ടിയത്. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിപ്പോയി. CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്, തിരുത്തൽ ആവശ്യമാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. പക്ഷെ CPM ഇപ്പോഴും പറയുന്നത് ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇതാണ് മൈൻഡ് സെറ്റ് എന്ന് മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് പിഴവ് പറ്റിയെന്നാണ്. CPM എപ്പോഴും അക്യൂസ് ചെയ്യുന്നത് SNDPയെയും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും ഒക്കെയാണ്. CPM ഇപ്പോഴും അങ്ങനൊരു തെറ്റ് പറ്റി എന്ന് ഓപ്പണായിട്ട് പറയുന്നില്ല. പാർട്ടി കമ്മിറ്റികൾ പറയുന്നുണ്ടാവും, വാർത്തകളും വരുന്നുണ്ടാവും, പക്ഷെ ഇപ്പോഴും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇതൊരു ശരിയായ രീതിയാണ്. CPMൻ്റെ ശരികൾ പറയാൻ നിങ്ങൾ CPMനെ കാണണം, ഞാനല്ല പറയേണ്ടത്. CPMൻ്റെ തെറ്റ് CPM പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പാർട്ടി, ഇറ്റ്സ് എ ഫെറ്റേണൽ പാർട്ടി. പക്ഷേ ആ പാർട്ടിയുടെ കോഴ്സ് ഓഫ് ആക്ഷനും പാർട്ടിയുടെ സംഘടനയുടെ തെറ്റ് ശരിയും പറയാനുള്ള അവകാശം എനിക്കുള്ളതല്ല. ഞാൻ LDFിന് വേണ്ടി ഞാൻ പറയും, LDFിനോട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയും LDFിന് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കേണ്ടതുണ്ട്. LDFിന് അത് ഞാൻ പറയും. ജനങ്ങളിൽ നിന്ന് അകന്നു പോയതാണ് ഒരു മെയിൻ റീസൺ ഇത്രയും വലിയൊരു പരാജയത്തിന്. പൊതുവെ പറയപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി ഒരു പരാജയത്തിന് വലിയൊരു കാരണമായിട്ട് പൊതുവെ പറയപ്പെടുന്നുണ്ട്. താങ്കൾ എന്താ വിചാരിക്കുന്നത്? മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ഈ ചർച്ചയെ കൊണ്ടുപോകുന്നതിൻ്റെ യുക്തിയെ പറ്റി സംശയമുണ്ട്. CMന്റെ ശൈലിയാണോ പരാജയത്തിന്റെ കാരണം എന്നുള്ളതായിരുന്നു ചോദ്യം. അവിടെ ഞാൻ പറഞ്ഞത് അതിലേക്ക് മാത്രം ചുരുക്കാൻ പാടില്ല. ഇതൊരു വളരെ കോംപ്ലക്സ് ആയൊരു വിഷയമാണ്. അപ്പോൾ ഇതൊരു വളരെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആൻസൈറ്റിയാണ്. അതിന് റെഡിമെയ്ഡായിട്ടുള്ള CMലേക്ക് ഒതുക്കേണ്ടതുള്ളൂ. CMലേക്ക് മാത്രം ഒതുക്കണ്ട. പൊതുവെ ഞങ്ങളുടെ ഓവറോൾ പെർഫോമൻസിൻ്റെ വിഷയമാണ്. അതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഫാക്ടറായിട്ട് ഇത് വന്നേക്കാം. അതിൽ എനിക്കൊന്ന് ജനറലി ചർച്ചകൾ വരുന്നത് ഇപ്പോൾ തങ്ങളേലും പറഞ്ഞ പോലെ അതിലേക്ക് ചുരുക്കുന്നതല്ല, പക്ഷെ പൊതുവിൽ അത് ചുരുക്കാൻ പാടില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു മെസ്സേജ് ജനങ്ങളിൽ അകന്ന് നിൽക്കുന്നു. ഇപ്പോൾ മൈക്കിനോട് കേസെടുക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം, കാരണം മുഖ്യമന്ത്രിയാണല്ലോ ഗവൺമെന്റിന്റെ ഫേസ്, ഇവർ LDFന്റെയും ഫേസ് ആണ് CMന്റെ പ്രവർത്തന രീതി അല്ലെങ്കിൽ CMന്റെ പൊതുവെയുള്ള ബിഹേവിയർ ഒക്കെ ജനങ്ങളെ അകറ്റി എന്നുള്ളൊരു ഇംപ്രഷൻ CPMനകത്തുമുണ്ട്. അക്കാര്യമാണ് ചോദിക്കുന്നത്. എൻ്റെ വിശ്വാസം പലതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയാണത്. ആ ചർച്ചക്കകത്ത് പല ഫാക്ടേഴ്സുണ്ട്. അതിനകത്ത് വൺ എമംഗ് മെനി ഫാക്ടേഴ്സായിട്ട് ഈ ചർച്ച അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ മൊത്തം ഇതിലേക്ക് പോകുന്നതിനോട്
അത്രമാത്രം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമ്മുടെ ചർച്ചയ്ക്ക് ഞാൻ ഫ്രണ്ട്ലി വേ പറയുവാണ്. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ പഠിക്കണം. CM ഞാൻ പഠിക്കുന്നുണ്ട്, എല്ലാ പാർട്ടികളും പഠിക്കുന്നുണ്ട്. ആ അളവിൽ CM ശ്രദ്ധിക്കുന്നുണ്ടാകണം തന്നെ. അദ്ദേഹം എത്രയോ വർഷത്തെ അനുഭവത്തിലുള്ള പൊളിറ്റിക്കൽ ലീഡർ അദ്ദേഹം. ഈ കെയിം ഫ്രം ദ ഗ്രാസ് റൂട്ട്സ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ നേതാവ്, CPM പോലൊരു വലിയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനോടൊക്കെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള കഴിവ് തീർച്ചയായിട്ടും ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയേക്കാം. ഇങ്ങനെ ഒരു ചർച്ച LDF വന്നിരുന്നു. CMന്റെ ശൈലി വൺ ഓഫ് ദി റീസൺസ് ആണെന്നുള്ളത്. ഇല്ല, LDF ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ CPIക്ക് പേടിയാണോ? ആര് പറഞ്ഞു? അല്ല, കാരണം അടുത്തിടയ്ക്ക് വരെ വെളിയം ആശാന്റെ സമയത്താണെങ്കിലും ചന്ദ്രപ്പൻ സമയത്താണെങ്കിലും ഇവൻ കാനത്തിന്റെ സമയത്താണെങ്കിലും പാർട്ടിയിൽ അല്ലെങ്കിൽ LDFലോ ഗവൺമെന്റിലോ എന്തെങ്കിലും ഒക്കെ ഒരു ലെഫ്റ്റിൽ നിന്നുള്ളൊരു ഡീവിയേഷൻ വരുമ്പോൾ CPI ഒരു വലിയ കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് എപ്പോഴും അങ്ങനെയായിരിക്കും. CPI എപ്പോഴും അങ്ങനെയായിരിക്കും. പക്ഷേ എപ്പോഴും ചോദ്യമുണ്ട്. അതൊരു കമ്മ്യൂണിസ്റ്റ് ചോദ്യമാണ്. ഞങ്ങളിപ്പം ഞങ്ങളുടെ മുഖ്യ അജണ്ടയ്ക്ക് CPI വിമർശനം നടത്തിയാൽ ഞങ്ങൾക്ക് നല്ല കൈയടി കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ മുഖ്യ വിഷയം അതാക്കാൻ പാടില്ല. ഇപ്പോഴത്തെ മുഖ്യ വിഷയം ഞങ്ങൾ ഒരുമിച്ച് ഇതിനെ ഓവർകം ചെയ്യണം. ഞങ്ങളുടെ റെക്ടിഫിക്കേഷൻ പ്രോസസ്സിലും തിരുത്തലുകളിലും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചു പോവുകയും LDF ശക്തിപ്പെടുത്തുകയും ചെയ്യണം. LDF തകർത്തുകൊണ്ട് LDFനെ ദുർബലപ്പെടുത്തിക്കൊണ്ടല്ല ചെയ്യേണ്ടത്. LDFനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ലക്ഷ്യമെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു പ്രസ്താവന മതി, നിങ്ങളെല്ലാം ആഘോഷിക്കും, എന്നെ കൊണ്ടാടും, നിങ്ങളൊക്കെ നിങ്ങളെല്ലാം എൻ്റെ കേട്ട് ഒരുപാട് പാട്ട് പാടും. അതൊരു ഇപ്പോഴത്തെ ആവശ്യം അതല്ല. ഇപ്പോഴത്തെ ആവശ്യം ലെഫ്റ്റ് ആസ് എ ഹോൾ ഒരു പ്രത്യേക അവസ്ഥ നേരിടുവാണ്. അതിൽ CPI ഒരു മിടുക്കന്മാരായി CPM അങ്ങനെയായിട്ട് കാക്കാനായിട്ട് കാര്യമില്ല. CPMന് CPI തിരുത്തൽ വേണം. അത് പറയാൻ CPIക്ക് ഒരു മടിയില്ല. അതിനകത്ത് നമ്മളതിനെ വേറൊരു രീതിയിൽ കൊണ്ടുപോകാനും പറ്റും. അത് ഞങ്ങൾ അടുത്ത മാസം ഞങ്ങൾ പോകാൻ പോകില്ലേ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക്? മാസമല്ല, അടുത്ത ഡോർ സ്റ്റെപ്പിൽ നിൽക്കുകയാണ് പഞ്ചായത്ത് ഇലക്ഷൻ. അപ്പോൾ ആ ഇലക്ഷനിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ്? ഞങ്ങൾ 2 ആയിട്ടോ 4 ആയിട്ടോ 1 ആയിട്ടോ പോകണം. 1 ആയിട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് 1 ആയിട്ട് പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. അത് തിരുത്തൽ വേണം. തിരുത്തൽ അതിനു വേണ്ടി കൂടിയാണ്. അതിൽ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ ഉണ്ടാക്കി, ശത്രുത ഉണ്ടാക്കി, സംശയം ഉണ്ടാക്കിയിട്ട് പോയാൽ ഞങ്ങളുടെ തോൽവിക്കും മറുഭാഗത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി കടവെടുക്കലാണ്. അത് പൊളിറ്റിക്കലി വൈസ് മൂവല്ല. മുഖ്യമന്ത്രിയെ വിമർശിക്കാനോ വിമർശിക്കാനോ CPIക്ക് ഭയമില്ല, ഭയക്കേണ്ട കാര്യമില്ല, ഭയക്കുമില്ല. CPI is a matured party with its political orientations. അപ്പോൾ CPI UDFിലേക്ക് ഇല്ല എന്ന് തീർത്ത് പറയുകയാണ്. അത് നിങ്ങൾ ചോദിക്കുന്നത് നിസ്സാരമല്ലേ അത്? അപ്പോൾ ഒരു ഘടകത്തിന് സഹായ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അതൊരു പൊതു അഭിപ്രായമാകുന്നില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. പക്ഷേ അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്ത് പറയുന്നതെല്ലാം പേപ്പറിൽ വരുത്താൻ വേണ്ടിയല്ല. നിർഭാഗ്യവശാൽ പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള പല തരത്തിലുള്ള ഇറോഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എല്ലാ പാർട്ടികളിലും. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ലാത്ത രോഗമായിരുന്നു അത്. ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ പേപ്പർ വരുത്താനുള്ള ഏർപ്പാട് ചെയ്തിട്ട് ഞാൻ പറയുന്നത് അതൊരു പുതിയ രോഗം തന്നെയാണത്. നിങ്ങൾക്കിപ്പോൾ നല്ലതായിരിക്കും, അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് ഗുണമല്ല. അത് പാർട്ടി ഘടകത്തിൽ പറയുക, നല്ലവണ്ണം പറയുക, വിമർശിക്കുക, ആരെയും വിമർശിക്കുക, സെക്രട്ടറി വിമർശിക്കുക, നേതാവിനെ വിമർശിക്കുക ചെയ്യാം. പക്ഷേ ഇത് ഈ രീതിക്ക് പോകുന്നത് ഹെൽത്തി അല്ല. അതുപോലെ ഞങ്ങൾ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യം. മറ്റത് പാർട്ടിയുടെ പോളിസി തീരുമാനിക്കുന്നത് ജില്ലാ കൗൺസിലോ സ്റ്റേറ്റ് കൗൺസിലോ അല്ല, നാഷണൽ കൗൺസിൽ പോലും അല്ല, പാർട്ടി കോൺഗ്രസ്സാണ്. ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത് പാർട്ടി കോൺഗ്രസ്സിലാണ്. പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ ചർച്ച ചെയ്യുക, അല്ലാതെ അതിന് മുമ്പ് കയറി വണ്ടിക്ക് എല്ലാ ചർച്ചയ്ക്കും സ്കോപ്പുണ്ടല്ലോ. അല്ല, LDF ഇല്ലാതാക്കേണ്ട കാര്യങ്ങളൊന്നും CPI കാണുന്നില്ല. പക്ഷെ ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ റിയാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ചുറ്റുപാടിൽ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിനെല്ലാം പരിഗണിച്ചുകൊണ്ട് എന്ത് കോഴ്സ് ഓഫ് ആക്ഷൻ വേണമെന്ന് CPIക്ക് തീരുമാനിക്കേണ്ടി വരും. തീരുമാനിക്കേണ്ട വേദി പാർട്ടി കോൺഗ്രസ്സാണ്. സർപ്രൈസിംഗ് ആണ് അതിന്റെ മറുപടി പറയുന്നത്. അതായത് LDFൽ CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് LDFൽ നിന്ന് ഇപ്പോൾ മാറില്ല എന്നങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റില്ലേ? അങ്ങനെ എന്തിനാ പറയുന്നത്? ഇപ്പം അങ്ങനെ
പാർട്ടി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കയറി CPI സ്റ്റേറ്റ് സെക്രട്ടറി പറയാൻ പോയി അയാൾ ഫൂളാവില്ലേ? ഫൂളല്ലേ അയാൾ? ഇറ്റ് ഇസ് ബിയോണ്ട് ഹിസ് മാൻഡേറ്റ്. ഇറ്റ്സ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് ദ പാർട്ടി കോൺഗ്രസ്. പാർട്ടി കോൺഗ്രസിനേക്കാളും വലിയ സ്റ്റേറ്റ് സെക്രട്ടറി ഇല്ല, ജനറൽ സെക്രട്ടറി ഇല്ല. ഓർ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പോളിസി മേക്കിംഗിൽ അൾട്ടിമേറ്റ് ബോഡി ഇസ് ദ പാർട്ടി കോൺഗ്രസ്. ഇല്ല, പാർട്ടി കോൺഗ്രസിൻ്റെ സൂപ്പർ അവകാശം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഇറ്റ് കോൺ ബി സൂപ്പർ ബൈ എനി ലീഡർ. CPI ഭരണത്തിലുള്ള ഏക സംസ്ഥാനമാണ് കേരളം. ആ യൂണിറ്റിന്റെ ഒരു വാക്കിന് വില ബാക്കി CPIയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഘടകം കേരളത്തിലാണ്. അനുഭവ സമ്പത്തിലെ ഘടകവും കേരളത്തിലാണ്. അതിന്റെ സെക്രട്ടറിയാണല്ലോ സർ. അതിന് സെക്രട്ടറിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പാർട്ടി കോൺഗ്രസിനേക്കാളും മുകളിലല്ല. അതിന് സെക്രട്ടറിക്ക് ആദ്യം വേണ്ടത് പാർട്ടി ബോധമാണ്. ആ പാർട്ടി ബോധം പറയുന്നത് എൻ്റെ സ്ഥാനം പാർട്ടിയുടെ താഴെയാണെന്ന ബോധമാണ്. പാർട്ടിയുടെ മുകളിലാകുന്നില്ല ഞാൻ. ദ മോമെൻ്റ് ഐ ബിലീവ് ദ ടൈം അബൌട്ട് ദ പാർട്ടി, ഞാൻ അപ്പം പ്രഖ്യാപിക്കുവാണ് I am not worthy to be the party secretary. And I don't say that like that. I am worthy to be a party secretary. CPM കോൺഗ്രസും തമ്മിൽ എന്നും ശത്രുതയായിരുന്നു. എന്നാൽ CPIക്ക് ഒരു മാനസിക ബന്ധം, ഒരു അടുപ്പം കോൺഗ്രസുമായിട്ട് പലപ്പോഴും പുലർത്തി പോന്നിട്ടുമുണ്ട്. അങ്ങനെ പ്രണയമൊന്നും ബന്ധമല്ല തോന്നുന്നു. ഇറ്റ് ഇസ് നോട്ട് ലവ് അഫെയർ. പൊളിറ്റിക്കലായ കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ CPM-CPIയുടെ രണ്ടായി പിളർന്നതിന്റെ 60ാം വാർഷികമാണ് ഇപ്പോൾ. അപ്പം താങ്കൾ തന്നെ ആവർത്തിച്ച് പറയുന്നതാണ് CPM-CPI യൂണിഫിക്കേഷന്റെ മെർജറിന്റെ സമയമായി. മെർജറല്ല, പ്രിൻസിപ്പിൾഡ് റീയൂണിഫിക്കേഷൻ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് എന്നാണ് വാക്ക്. മെർജർ ഈസ് എ പൈങ്കിളി വാക്ക്, അതിനർത്ഥമില്ല. അതിന്റെ റീയൂണിഫിക്കേഷന്റെ സമയമായോ? അതിന് സ്കോപ്പ് ഉണ്ട് ഇപ്പം? രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, ഇപ്പം അത് റിലവൻ്റായ സ്ലോഗനായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഐക്യം എന്ന് പറയുന്നത്. അതൊരിക്കലും യാന്ത്രിക ലേഖനമല്ല, തത്വാധിഷ്ഠിതമായിട്ടുള്ള പുനരേകീകരണമായിരുന്നു. ലക്ഷ്യം ഇത് തന്നെയാണ്. CPI ഇപ്പോഴും അതാണ് പറയുന്നത്. CPM അതല്ല പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, അത് വളരെ റിലവൻ്റായ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളും വീക്കാണ്, അവരും വീക്കാണ്. ഞങ്ങളിപ്പോൾ ഒന്നിച്ചു ചേർന്നാൽ പോലും ഇന്നത്തെ അവസ്ഥയിൽ അതൊരു ക്വാളിറ്റേറ്റീവായൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യത കുറവാണ് ഇപ്പം. പക്ഷേ as a goal, as a slogan, it is relevant even today. But it will take time. ഇപ്പം എന്താണെന്നറിയുമോ, ഞങ്ങളുടെ ഭിന്നിപ്പിന് വേണ്ടി അന്ന് ഉന്നയിക്കപ്പെട്ട ഏറ്റവും വലിയ വിഷയം എന്തായിരുന്നു? അതല്ല, ഈ ബൂർഷ്വാ പാർട്ടി, ഭരണാധികാരത്തിൻ്റെ പാർട്ടി, ഭരണവർഗത്തിൻ്റെ പാർട്ടി, ആ പാർട്ടിക്കകത്ത് രണ്ട് വിഭാഗമുണ്ട്. അവിടെ തമ്മിൽ ആശയപരമായിട്ടുള്ള ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള തർക്കമുണ്ട്. ആ തർക്കത്തിൽ താരതമ്യേന മെച്ചപ്പെട്ടൊരു പക്ഷമുണ്ട്, താരതമ്യേന അകറ്റി നിർത്തേണ്ട ഒരു പക്ഷമുണ്ട്. അതിൽ ഈ അകറ്റി നിർത്തേണ്ടവർക്കെതിരായിട്ട് ഈ കൂട്ടരുമായിട്ടൊരു ബന്ധമാകാമോ എന്ന ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കോൺഗ്രസ് ആയതുകൊണ്ട് അത് ചിന്തിക്കാനും പറ്റില്ല, പാപമാണെന്നാണ് ഒരു വാദം വന്നത്. അതിപ്പോൾ ആർക്കും അത് വാദം ഇല്ലല്ലോ. അതേപോലെ അന്ന് 64 പാർട്ടി ഭിന്നിച്ചതിനെയൊക്കെ പറ്റി പറഞ്ഞിട്ട് 64 പാർട്ടി ഭിന്നിച്ചത് അത് പറയേണ്ടത് തന്നെയാണ്. 69 ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കൈവയ്ക്കുമ്പോൾ തീർന്നു സത്യതാ തർക്കം. 5ാമത്തെ കൊല്ലം തീർന്ന തർക്കമാണത്. ഇതേ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് വീഴാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിനേക്കാളും പിന്തിരിപ്പനായിട്ടുള്ള സഖ്യമാർത്ത് വീഴ്ത്താൻ ശ്രമിച്ചപ്പോഴത്തേക്കും അവരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 5ാം കൊല്ലം ഞങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ കേസാണത്. നമുക്ക് ഭിന്നിപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ടത്. ഭിന്നിപ്പിൻ്റെ പ്രശ്നം എന്താ? ഭിന്നിപ്പൊരിക്കലും സത്യങ്ങളെ കണക്കൂട്ടാക്കില്ല. ഭിന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭിന്നിപ്പിൻ്റെ ന്യായങ്ങളെ കാണാൻ പറ്റും. ഭിന്നിക്കാൻ വേണ്ടിയുള്ള വാദങ്ങളും ന്യായങ്ങളും കണ്ടുപിടിക്കുന്നതാണ്. പക്ഷെ കാലം അതിനെ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ റദ്ദാക്കി കളയും. അതാണ് 69 അവിടെ പറയുന്നത് അത്ര ലളിതമാണോ? ചോദ്യം എന്താ വെച്ചാൽ ഈ പറയുന്ന ഭിന്നിപ്പ് വന്നതിന് ശേഷമാണ് CPI കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് ഭരിച്ചത്. ഇപ്പോഴും CPI കളിയാക്കുന്നത് കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് ഭരിച്ചതും വലത് വ്യതിയാനം നിലനിർത്തുന്നതായ ഒരു പാർട്ടിയായിട്ടാണ്. അതായത് ശരിയായ മറ്റേ പ്യൂരിറ്റിയുള്ള ലെഫ്റ്റ് CPM ആണ് എന്ന് CPM കരുതുന്നുണ്ട്. നമ്മൾ 5 വർഷം കഴിഞ്ഞ് ഒരുമിച്ച് കൈവക്കിയത് മാറി എന്ന് പറയുന്നത് അല്ല. CPM എഴുതാം, പക്ഷെ ആ CPM ആണല്ലോ ബംഗാളിൽ തവണ കോൺഗ്രസ് മത്സരിച്ചത് 7 വർഷം.
ആ CPM ആണല്ലോ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ നിന്ന് ഇത്തവണ മത്സരിച്ച് ജയിച്ചത് രാജസ്ഥാനിൽ അല്ലേ? അതേ CPM തന്നെയല്ലേ? ആൻസർ ഇസ് ദയർ. കുറച്ചുകൂടി അക്കോമഡേറ്റീവ് ആയിട്ടുള്ള CPIക്ക് LDF ദുർബലപ്പെടുത്തുന്നതിൽ എന്താണ് ഒരു ആശങ്കയുണ്ട്? മറ്റു പാർട്ടികൾക്കും ഒരാശങ്കയില്ല. LDFൻ്റെ ആശയങ്ങൾ, LDFൻ്റെ ഐഡിയോളജി, LDFൻ്റെ നിലപാടുകൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് LDFിൽ പുതിയ ശക്തികൾ വരണം എന്നാണ് CPI നിലപാട്. ടു സ്ട്രെങ്തൻ ദ LDF വ്യൂസ്, LDF ഔട്ട്ലുക്ക്, LDF പോളിസീസ്. CPI ഏറ്റവും ഡെമോക്രാറ്റിക് ആയ പാർട്ടിയാണെന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. അതായത് മറ്റു പല പാർട്ടികളെ ഇന്നലെ അടിയന്തരാവസ്ഥയുടെ 49ാം വാർഷികമായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് സർപ്രൈസിംഗ്ലി കൂടെ നിന്നൊരു പാർട്ടിയാണ് CPI. അടിയന്തരാവസ്ഥയുടെ ഇപ്പോൾ 50ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് CPI എങ്ങനെയാണ് ഇത് കാണുന്നത്? റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ്? അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ നിങ്ങൾ CPIയുടെ മഹത്വം കണ്ടില്ലേ? നിങ്ങൾ മഹത്വം CPI തന്നെയാണ്. നിങ്ങളാരും പറയാതെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഭട്ടണ്ട പാർട്ടി കോൺഗ്രസിൽ വെച്ച് CPI പറഞ്ഞു, ഞങ്ങൾ കൊടുത്ത പിന്തുണ വാസ് എ പൊളിറ്റിക്കലി ഇറ്റ് വാസ് എ റോങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. ആ പിന്തുണ ശരിയല്ലായിരുന്നുവെന്ന് പറഞ്ഞ പാർട്ടിയാണ് CPI. അത് CPI ചെയ്തത്, ആരും ചെയ്യിച്ചതല്ല. ഞങ്ങളുടെ തന്നെ അനുഭവത്തിലൂടെ ഞങ്ങൾ തന്നെ പഠിച്ച കാര്യം, ഞങ്ങൾ തന്നെ പാർട്ടി കോൺഗ്രസ് ഒരുമിച്ചിരുന്നു. ഞങ്ങൾ 7 ദിവസം യങ്ങസ്റ്റ് ഡെലിഗേറ്റ്സ് പറ്റണ്ട പാർട്ടികളുടെ യങ്ങസ്റ്റ് ഡെലിഗേറ്റ്സ് ഇന്ത്യയിലെ ഞാൻ മറക്കൂല. ആ സംവാദങ്ങളുടെ ആഴം, ഡാങ്കെ, ജയശ്വറാവു അവരൊക്കെ തന്നെ ഏറ്റുമുട്ടിയത് ഓൺ പോളിസി മാറ്റേഴ്സ്. ഞാനത് മുഴുവൻ കണ്ടവനാണ്. ലീഗ് LDFിലേക്ക് വരുന്നു എന്നുള്ളൊരു സംസാരം കുറച്ച് മുന്നേ വരെ ഉണ്ടായിരുന്നു. അതിനെ CPI എതിർത്തത് കൊണ്ട് മാത്രമാണ് ലീഗ് ഇന്ന് LDFിൽ ഇരിക്കാത്തത്, അല്ലെങ്കിൽ LDFിന്റെ കൂടെ വരുമായിരുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളൊരു സംസാരമുണ്ട്. CPI എതിരായിരുന്നു ഈ ലീഗ് കൊണ്ടുവരുന്നതിന്. ഇപ്പൊ UDFിലാണ് ആണല്ലോ. ആ ചർച്ചയോടെ പോയി ഇപ്പോൾ ആ ചർച്ച ചില പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ മാറിയത് കൊണ്ട് ഇല്ലാതായ ചർച്ചയാണ്. ഏത് ചർച്ചയ്ക്കും പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഫോർ എ പൊളിറ്റിക്കൽ ചർച്ച. അതിന് മുമ്പിൽ കയറി ചർച്ചയ്ക്ക് പോയാൽ ഇതുവരെ ഉണ്ടാകും. അത് ഇമ്മച്ചുറായി ചർച്ചയായിരുന്നു. അതൊക്കറിയാൻ പാടില്ല. നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഇമ്മച്ചുർ, ഇറ്റ്സ് ഇമ്മറ്റീരിയൽ. ലീഗ് വന്നാൽ CPI സ്വീകരിക്കുമോ? CPIയുടെ നിലപാട് അത് ആ ചോദ്യം തന്നെ ഹൈപ്പോത്തറ്റിക്കലാണല്ലോ. ലീഗ് വന്നിട്ടില്ലല്ലോ. എപ്പോഴൊക്കെ ഈ ചർച്ചയ്ക്ക് നിങ്ങളെപ്പോലുള്ളവരോ വേറെ ആരെങ്കിലുമൊക്കെ അത്യുത്സാഹം കാണിച്ചിട്ടുണ്ടോ? whenever such people became over enthusiastic over that issue, അതെപ്പോഴും എവിടെ കലഹിച്ചത്? ലീഗ് ഒരു ദിവസം ഞങ്ങളിങ്ങോട്ട് മാറില്ല, ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു പറയും UDFിൽ. ഇപ്പോഴും അതുണ്ടായിട്ടുണ്ട്. അങ്ങനെ UDF ഉറച്ചു നിൽക്കുമെന്ന് ലീഗിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ദൂരക്കാഴ്ച തീരെയില്ലാത്ത ഇമ്മച്ചുറായ ചർച്ചയ്ക്ക് പോകാൻ CPI പോയിട്ടില്ല. CPI അതൊന്നുമില്ല. CPI ഇസ് എ പാർട്ടി വിത്ത് ഇറ്റ്സ് ഓൺ മെച്യൂരിറ്റി എല്ലാ കാര്യങ്ങളിലും. ചെറിയ പാർട്ടി ആയിരിക്കാം, പക്ഷേ ഇറ്റ്സ് എ ബിഗ് പാർട്ടി. എന്ത് പറ്റിയെന്നേ ഇപ്പോൾ? അതെവിടെ എന്ത് പറ്റിയത് എനിക്കറിയില്ല. എനിക്കത് CPI പോയോ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ വാക്കതാണ്, ഏത് രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് ഒരു അന്തരീക്ഷം വേണം. അതൊന്നും ഇല്ലാതെ കയറി നമ്മുടെ അമിതാവേശം കൊണ്ട് ഞാൻ പറഞ്ഞത് പ്രേമബന്ധമല്ല, പ്രളയബന്ധമല്ല, ദിസ് ഇസ് പോളിറ്റിക്സ്. പറയുള്ളൂ. കേരള കോൺഗ്രസ് LDFിലേക്ക് വന്നതിനെ CPI വന്നത് കൊണ്ട് LDFിന് എത്രമാത്രം മെച്ചം ഉണ്ടായിട്ടുണ്ട്? നോക്കാം. ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? രക്ഷപ്പെടൊക്കെ നമ്മളുണ്ടല്ലോ. വന്നിട്ടിപ്പം 4 വർഷം ആവുന്നു. ഇലക്ഷന്റെ ഫലമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇല്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലല്ലോ, ഉണ്ടെന്നും പറഞ്ഞില്ല. നമ്മുടെ ഇലക്ഷന്റെ ഫലമൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ല, പറയട്ടില്ല. കേരള കോൺഗ്രസ് വരുന്നതിന് മുന്നേ CPI ആയിരുന്നു അന്നത്തെ സെക്രട്ടറി. കാനമൊക്കെ ആയിരുന്നു അത് ഓപ്പൺ ആയിട്ട് ഒപ്പോസ് ചെയ്തിരുന്നത്. വന്നതിന് ശേഷവും കാനം ഒരിക്കലും വന്നത് നന്നായി എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വന്ന് ഇപ്പോ താങ്കൾ തന്നെ പറയുന്നത് പോലെ നമുക്ക് നോക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ വന്നിപ്പോ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ നടന്ന് കണക്കെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു. കേരളത്തിൽ BJPയുടെ വളർച്ച ആശങ്കപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും. അല്ല, കേരളം പോലൊരു പ്രബുദ്ധമായ സ്ഥലത്ത്
RSSൻ്റെ രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്ന ഒരു പാർട്ടിയായ BJP പാർലമെൻറ്റിലേക്ക് അതിൻ്റെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ഇത് മാത്രമല്ല, അസംബ്ലി സെഗ്മെൻറ്റ്സ് വേറെ വേറെ എടുത്താൽ 11 മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്താണ് അവർ, 8 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്താണ് അവർ BJP. അത് എല്ലാവരും കാണേണ്ട കാര്യമാണ്, കണ്ണ് തുറന്ന് കാണുന്നത് തന്നെ. ഞാൻ പറഞ്ഞത് അത് ആ അനുഭവങ്ങൾ നമ്മളങ്ങനെ തന്നെ കാണണം. കണക്ക് കൊണ്ട് കാര്യമില്ല, ചെറിയൊരു തൊലിപ്പുറമേയുള്ള ലേപനം കൊണ്ട് കാര്യമില്ല. ദിസ് ഇസ് സംതിങ് മച്ച് ഡീപ്പർ. അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് കണ്ടൊരു ആപത്താണത്. അപ്പം പണ്ട് കാലത്തും BJPക്ക് വോട്ട് ചെയ്യാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു വിഭാഗം അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരിടത്തല്ല, മതത്തലങ്ങൾ ഇന്ത്യ കേരളത്തിലാകെ LDFൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു, UDFൻ്റെതും കുറഞ്ഞു, ഡ്രാസ്റ്റിക്കായിട്ട് വർദ്ധിച്ചു. BJPയുടെ സെക്യുലർ ഫോഴ്സസ് എന്ന് അവകാശപ്പെടുന്നവരെല്ലാവരും അതിൻ്റെ ആപത്തിൻ്റെ കാണണം. പക്ഷേ നാഷണൽ ഇലക്ഷനിലുള്ള ഒരു ട്രെൻഡ് ചിലപ്പം സ്റ്റേറ്റ് ഇലക്ഷൻ വരുമ്പോൾ വരണമെന്നില്ല, അതിൽ പ്രതീക്ഷയുണ്ടോ? ആ ഫാക്ടറിൽ പ്രതീക്ഷയുണ്ട്, പക്ഷേ അത് യാന്ത്രികമായിട്ട് ഉണ്ടായിക്കൊള്ളും എന്നോർത്ത് കാത്തിരിക്കാൻ പാടില്ല. യു ഹാവ് ടു ഡു അവർ വർക്ക്. 1925 CPIയുടെ ഒപ്പം ഫോം ചെയ്തൊരു ഓർഗനൈസേഷനാണ് RSS ഇന്ന് ഇന്ത്യ ഭരിക്കുകയാണ്. CPI അതേസമയത്ത് കേരളത്തിലേക്ക് മാത്രം ഒതുക്കപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നു. ബാക്കി 1-2 സ്ഥലത്ത് പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് CPIയുടെ വളർച്ച താഴേക്കാവാനുള്ള കാരണം എന്താ? CPI മാത്രമല്ല, ലെഫ്റ്റിന്റെ വളർച്ച ഇന്ത്യൻ റിയാലിറ്റിയെ വേണ്ടത്ര കറക്റ്റായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തതാണോ? ഞങ്ങൾ ഗൗരവപൂർവ്വം കാണേണ്ട കാര്യമാണത്. ഞങ്ങളുടെ ഒപ്പം ഉണ്ടായ RSSന് ഇത്രയും വളർച്ച വയ്ക്കാൻ പറ്റി. ഞങ്ങൾ തീരെ വളർച്ചയില്ലെന്ന് പറയാൻ പറ്റില്ല, വളർച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ തൊഴിലാളി രംഗത്ത്, കിസാൻ രംഗത്ത്, ട്രൈബൽ മേഖല ചിലയിടത്ത്, പ്രത്യേകിച്ച് വർക്കിംഗ് ക്ലാസ്സിൽ ഇപ്പോൾ ഏറ്റവും വലിയ സംഘടനയായ TUC ഇന്ത്യയിൽ, അതൊക്കെ ഞങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ എങ്കിലും ഞങ്ങളുടെ പൊളിറ്റിക്കൽ കപ്പാസിറ്റി ടു ഇൻ്റർവീൻ ആൻഡ് ടു ഗൈഡ് ദ പൊളിറ്റിക്കൽ കോഴ്സ് വളരെ പരിമിതമാണ്. ഞങ്ങൾക്കതറിയാം. ഈ കമ്പാരിസണിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ചെറുതായി നിൽക്കുന്നു, അവരെന്തേ വലുതായി എന്ന് ഞങ്ങൾ ചോദിക്കണം. ഞങ്ങളുടെ ഈ പറയുന്ന അന്വേഷണങ്ങളുടെ ഒരു കാര്യം അത് തന്നെ ആയിരിക്കണം. അവിടെ ഞങ്ങൾ കാണാതിരിക്കാൻ പാടില്ല. വലിയ ഗൗരവപ്പെട്ട കാര്യമാണത്. ഇന്ത്യൻ ട്രഡീഷനെ ഇന്ത്യൻനെസ്സിനെ വേണ്ടത്ര രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതാകും ഒരു കാരണം. അതിൽ CPMനേക്കാൾ ബെറ്റർ CPI ആണ്. ഇപ്പോഴും ഒരു ഇന്ത്യനൈസ്ഡ് ഒരു സ്വഭാവം CPIക്കുണ്ട്. CPMന് ഇപ്പോഴും അതൊരു കടമ്പയാണ്. എത്രമാത്രം ഞങ്ങളൊരു പ്രശ്നം പലവട്ടം ചർച്ച ചെയ്ത പാർട്ടിക്കകത്ത് ഇന്ത്യൻ സൈക്കിന്, ഇന്ത്യയുടെ പൊതുബോധത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയും ഉൾക്കൊള്ളാനാകാത്ത എന്തുകൊണ്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു പാർട്ടി കോൺഗ്രസ്സിൽ രേഖ അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി പ്രോഗ്രാം പുതുക്കിയപ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞൊരു കാര്യം ഇതാ: നമ്മുടെ നാടിൻ്റെ പൈതൃകം, നമ്മുടെ ദേശീയ ബോധം, നമ്മുടെ ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന് പറയുന്ന അതെല്ലാം പെടുന്നുണ്ട്. അതിനോടെല്ലാം ഞങ്ങൾ എത്രമാത്രം നീതി കാണിച്ചിട്ടുണ്ട്, ഞങ്ങളെ അത്രയെല്ലാം ഇമ്പവ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ ചോദിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പാളിച്ചയെപ്പറ്റി ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞങ്ങൾ തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർട്ടി പ്രോഗ്രാമിനകത്തൊരു മാറ്റം വരുത്തിയപ്പോൾ അതൊക്കെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവിൽ ഞങ്ങൾ ഇനിയും ആ ദിശയിൽ ഒരുപാട് മുമ്പോട്ട് പോകാൻ ബാക്കിയുണ്ട്. ഹാവ് ടു ഫർദർ ഗോ ഫോർവേഡ്സ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. പത്രങ്ങളുടെ അല്ല ഒപ്പീനിയൻ പറയുന്നത്. ആനിരാജയുടെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് CPIയുടെ റിസർവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആനിരാജ ആയിരുന്നു തിരുവനന്തപുരത്തെങ്കിൽ ഞങ്ങളതിനെ കണ്ടത് രാഹുൽ ഗാന്ധി വരുന്ന ഓൾമോസ്റ്റ് ഉറപ്പായിരുന്നു. നാഷണൽ ഫിഗറാണ്, എല്ലാവരും അറിയുന്നൊരു അറിവല്ല. രാഹുൽ ഗാന്ധി അവരുടെ ഏറ്റവും വലിയ സ്ഥാനാർത്ഥി. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച ആൾ നിർത്തണം. ആനി ഈസ് എ വെരി ഗുഡ് ഫൈറ്റർ, ഷീ ഈസ് എ വുമൺ ലീഡർ, നോൺ ഫിഗർ, നോൺ ഫേസ്, നാഷണലിൽ തന്നെ ഒരു വലിയ ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് നാടിനോട് പറയാൻ ഏറ്റവും പറ്റിയ ആൾ ആനി തന്നെയായിരുന്നു വയനാട്ടിൽ. വി ഡിഡ് നോ മിസ്റ്റേക്ക്. ഉറപ്പായിരുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ ആനിരാജ് നിർത്തിയത്? കാരണം എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക. കഴിഞ്ഞ തവണ നമ്മള് നിർത്തിയത് സുനീറിനെയായിരുന്നു, PP സുനീറിനെയായിരുന്നു. കഴിഞ്ഞ തവണ സുനീർ നിൽക്കപ്പെടുത്ത രാഹുൽ ഗാന്ധി ചാടി വീണതാ, പൊട്ടി വന്നതാ. ഇത്തവണ സുനീറിന്റെ ക്യാമ്പയിൻ്റെ ഘട്ടയപ്പോഴാണ് ആ പേര് പറഞ്ഞത് കൊണ്ടോ. എനിക്ക് ആ ദിവസം ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞ പോലെ ഇന്ത്യ അലയൻസിലെ 2 പാർട്ട്നേഴ്സാണ് CPIയും കോൺഗ്രസും. അങ്ങനെ ഇരിക്കെ
രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് CPIയുടെ ഏറ്റവും സീനിയറായ ഒരു നേതാവ് ഒന്ന് മത്സരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നത് അങ്ങനെ വേണം പൊളിറ്റിക്കൽ ബാറ്റിൽ. ആ പൊളിറ്റിക്കൽ ബാറ്റിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് മാറാൻ പോകുന്ന വയനാടാണ്. അവിടെ കോൺഗ്രസ് കാണിക്കേണ്ടത് മെച്ചൂരിറ്റി ആയിരുന്നു, ദൂരക്കാഴ്ചയായിരുന്നു. ആൻഡ് കോൺഗ്രസ് ഡിഡ് എ ബിഗ് മിസ്റ്റേക്ക് ദെയർ. കോൺഗ്രസ് വുഡൻറ്റ് ഹാവ് ഫീൽഡഡ് രാഹുൽ ഗാന്ധി ഇൻ വയനാട്. ഇപ്പോഴും ഞാൻ പറയുന്നു ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ലല്ലോ, CPIയുടെ സീറ്റിൽ അങ്ങനെയാണെങ്കിൽ LDF ഉണ്ടായ കാലം മുതൽ, വയനാടുണ്ടായ കാലം മുതൽ ഇറ്റ് CPI സീറ്റ്. ശരിക്കും തോറ്റ വേറെ കാര്യം. പക്ഷേ LDFൽ CPI എപ്പോഴും വയനാടുണ്ടായത് അതുമല്ല, 4 കൊല്ലമായി, നാലാമത്തെ മത്സരം. ഇപ്പം ഈ 3 മത്സരങ്ങളിൽ CPI മത്സരിച്ചത്. CPIക്ക് വേറെ മാർഗ്ഗമില്ല. CPI ഹാസ് ടു കണ്ടസ്റ്റ് ഇറ്റ്. കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി ഇടതുപക്ഷമാണോ BJP ആണോ? പ്രശ്നം അതായിരുന്നു. പൊളിറ്റിക്കൽ ഇഷ്യൂ. അതിൻ്റെ നിർഭാഗ്യവശങ്ങളാരും പോസ്റ്റ് ചെയ്തില്ല. ബാലിശമല്ലല്ലോ. ഈ സമരത്തിൽ മുഖ്യ കേന്ദ്രം ഏതായിരുന്നു? മുഖ്യ എതിരാളി ആരാ? ഞങ്ങളാണോ BJP ആണോ രാഹുൽ ഗാന്ധി? എനിക്ക് ഉറപ്പുണ്ട് രാഹുൽ ഗാന്ധി ചർച്ചയിലുണ്ടെങ്കിൽ രാഹുൽ വുഡ് ഹാവ് സപ്പോർട്ടഡ് മൈ വ്യൂ. ഐ നോ ദ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ട്, രാഹുൽ ഗാന്ധിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് ഡി രാജ അടക്കം എല്ലാവരും. എനിക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു പേഴ്സണൽ ഡിസ്കഷൻ ഈ മാച്ചിൽ വന്നിട്ടുണ്ടോ? നത്തിങ് പേഴ്സണൽ, ദിസ് ഹൈലി പൊളിറ്റിക്കൽ, ആബ്സല്യൂട്ട്ലി പൊളിറ്റിക്കൽ. അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിപ്പോൾ പാടില്ലല്ലോ, ചെയ്യാൻ പാടില്ല. ഡി രാജ അങ്ങനെ ആവശ്യപ്പെടും എന്ന് പറഞ്ഞ വാർത്തകളുണ്ടായിരുന്നു. ഡി രാജ ഈസ് നോട്ട് സോ ചീപ്പ്. അപ്പൊ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായ CPIയോട് ഇനിയും അവർക്ക് ഒരു ഇതില്ല എന്നുള്ളതല്ലേ വീണ്ടും പ്രിയങ്ക ഗാന്ധി പിന്നെ വയനാട്ടിൽ വരുന്നതിന്റെ കോൺടെക്സ്റ്റ്? കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നമാണത്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരുപാട് നേതാക്കന്മാർക്ക് നാഷണൽ പൊളിറ്റിക്സിൻ്റെ ഇംപ്ലിക്കേഷൻസ് അറിയില്ല. രാഹുൽ ഗാന്ധിക്ക് അറിയാം. എന്നിട്ട് എന്തുകൊണ്ട് വന്നു? അത് കമ്പൽഷൻ ഒരു പാർട്ടിക്കകത്തൊക്കെ വേണ്ടി വരും. ആൻഡ് ദാറ്റ് മേഡ് ഹിം എ ബിറ്റ് വീക്കർ. ബിക്കോസ് അത് ഇമേജ് വലിയ ഇമേജ്. വെരി ലവബിൾ മാൻ വിത്ത് കണ്ടൻറ്റ്. ആ മനുഷ്യന് വയനാട്ട് നിൽക്കുമ്പോഴും രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നെങ്കിൽ ചെയ്യാൻ പാടില്ലായിരുന്നു. വയനാട്ട് വിട്ടിട്ട് അവിടെ പോകാൻ പോവാണ്. ഇതാണ് സ്കീമെങ്കിൽ ഒരിക്കലും രാഹുൽ ഗാന്ധി ചെയ്യാൻ പാടില്ലായിരുന്നു. രാഹുൽ ഗാന്ധിയെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ലായിരുന്നു ഞാൻ പറയും. രാഹുൽ ഗാന്ധി ചെയ്തതല്ല എൻ്റെ വിശ്വാസം ഇപ്പോഴും. അല്ലല്ല, രാഹുൽ ഗാന്ധി അത്രയ്ക്ക് ഓപ്പണായ മനുഷ്യനാണ്. വി വിൽ ഫൈറ്റ് എ പൊളിറ്റിക്കൽ ബാറ്റിൽ. അറിയില്ല. വി വിൽ ഫൈറ്റ് എ പൊളിറ്റിക്കൽ ബാറ്റിൽ. അന്നും വി വെജ് എ പൊളിറ്റിക്കൽ ബാറ്റിൽ, ഇന്നും വി വിൽ വെജ് എ പൊളിറ്റിക്കൽ ബാറ്റിൽ. പക്ഷേ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ശക്തമായിരിക്കണം. അപ്പോൾ BJP അത് നല്ലപോലെ ഉപയോഗിക്കില്ല. 2 ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് എന്തിനാണ്? അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോംപ്ലക്സിറ്റി. ഇറ്റ് ഇസ് കോംപ്ലക്സ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ LDF UDF റിയാലിറ്റിയാണ്. ഞങ്ങളിപ്പോൾ രംഗം കളവഴിഞ്ഞു പോകുന്നു. ഉറപ്പല്ലേ? ഒരുപാട് ഇടതുപക്ഷ വോട്ടുകൾ BJPയിലേക്ക് പോകാൻ പോകല്ലേ? ദാറ്റ് ഹെൽപ്പ് ഓൺലി ദ BJP. ഞങ്ങൾ ഉറക്കത്തിൽ പോലും സ്വപ്നത്തിൽ പോലും BJPക്ക് സഹായമൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഖ്യ വിഷയം ദൈവമല്ല, മനുഷ്യനാണ്. മനുഷ്യൻ്റെ വിശപ്പ്, ദാരിദ്ര്യം, ഇല്ലായ്മകൾ, തൊഴിലില്ലായ്മ, അവൻ്റെ അന്യവൽക്കരണം, അവൻ്റെ നാഥാവസ്ഥ, അതാണ് ഞങ്ങളുടെ മെയിൻ കൺസേൺ. അതിൽ ദൈവം ഒരു മുഖ്യ ഘടകമാകേണ്ട കാര്യമില്ല. പക്ഷേ ലോകത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ ഒറ്റപ്പെടുത്തി നിൽക്കുന്നവർ ദൈവത്തെ കൊണ്ടുവന്നു ഇതിനകത്തേക്ക്. പക്ഷേ ദൈവമല്ല മുഖ്യ ഘടകം. വി ആർ ഐഡിയോളജിക്കലി ഫോളോയിങ് എ ലൈൻ വിച്ച് ഇസ് കോൾഡ് മെറ്റീരിയലിസം. ഞങ്ങൾ ഭൗതികവാദികളാണ് ഞങ്ങൾ. പക്ഷേ ഭൗതികവാദത്തിൽ ഞങ്ങളിപ്പോൾ അടിയന്തര കടമയായിട്ട് ദൈവത്തോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ പോകേണ്ട കാര്യമില്ല. ഞങ്ങളിപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഉറപ്പിച്ച് വിശ്വാസിക്ക് പാർട്ടി അംഗത്വം എടുക്കാമല്ലോ, ഒരു ബരിയറും ഇല്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ആസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടി തടയുന്നില്ല ആരെയും, ആർക്കും വരാം. മെമ്പർഷിപ്പിലും തടസ്സമേ അല്ല. ഞങ്ങളുടെ മെമ്പർമാരിൽ നല്ല ഭാഗം വിശ്വാസികളാണ്. വിശ്വാസം അവിശ്വാസം എന്നുള്ളതല്ല മുഖ്യ വിഷയം. ഇവിടുത്തെ മുഖ്യ വിഷയം വിശ്വാസിയും അവിശ്വാസിയും എല്ലാം അതുപോലെ തന്നെ. ദൈവത്തെ തന്നെ ഇന്ന് കമ്പോളം വിഴുങ്ങി, പണം വിഴുങ്ങി. ഇന്നത്തെ ദൈവം ശരിക്കാരാ? ദൈവം ഇപ്പോൾ വലിയ ദൈവം പണമാണ്. ദൈവം പണം ഏറ്റവും വലിയ ദൈവമായിട്ട് ഇപ്പോഴത്തെ പിന്നെ ഒരു ദൈവമല്ല ഇപ്പോൾ. ദൈവത്തിൻ്റെ കാര്യം ഒരു കുഴപ്പത്തില്ല. ഇപ്പോൾ അയോധ്യ ചോർച്ചയാണ്. ഇപ്പോൾ 1-ാമത്തെ മഴയ്ക്ക് അയോധ്യ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഏതോ കോൺട്രാക്ടർ പണം കമ്മിയതാണ്.
ആരും പറയുന്നില്ല. ദൈവം ഇസ് ഹെൽപ്ലെസ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ പേരിൽ കലഹിക്കേണ്ട കാര്യമില്ല. ആർക്കെല്ലാം ദൈവത്തെ സ്നേഹിക്കണോ സ്നേഹിച്ചുകൊള്ളുക, ആർക്കെല്ലാം പള്ളിയിൽ പോകണോ പൊയ്ക്കൊള്ളുക, അമ്പലത്തിൽ പോകണോ പൊയ്ക്കൊള്ളുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൽ വിലക്കില്ല. പക്ഷെ ഇപ്പോഴും ഒരു പെർസെപ്ഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ പരിഗണന വിഷയം ദൈവമല്ല, മനുഷ്യനാണ്. അതെ, പക്ഷേ ഈ പെർസെപ്ഷൻ എങ്ങനെ മാറ്റിയെടുക്കും? ഞങ്ങളുടെ പേര് പണ്ടേ കട്ടിയപ്പിച്ച് വന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവമേ ഇല്ല, അച്ഛനും അമ്മയും ഇല്ല എന്ന് പണ്ട് പറഞ്ഞിരുന്നു, കുടുംബമില്ലെന്ന് പറഞ്ഞിരുന്നു. മറ്റേ രണ്ടും മാറി പതുക്കെ മാറി. ദൈവത്തിൻ്റെ ഒരു സംഗതി ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്, അത് മാറും. പണ്ട് പറയായിരുന്നു അവൻ കമ്മ്യൂണിസ്റ്റ്, അവൻ അച്ഛനും അമ്മയൊന്നും ഇല്ല, അവൻ ഭാര്യയെ പൊതുസ്വത്താക്കും, ഇതൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. ഇവിടെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വിഷയമല്ല അത്. ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ഞാൻ വിശ്വാസിയല്ല, എൻ്റെ പാർട്ടി പക്ഷേ ഒത്തിരി പേര് വിശ്വാസികളാണ്. വിശ്വാസിക്ക് CPI സ്റ്റേറ്റ് കമ്മിറ്റിയിലും ഒത്തിരി പേരുണ്ട്. നേരത്തെ ചോദിച്ചപ്പോൾ നമ്മൾ ഈ BJP-യുടെ വളർച്ചയുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. BJP-യുടെ ഒരു മുതിർന്ന നേതാവുമായിട്ട് LDF കൺവീനർ ചർച്ച നടത്തിയത്, ഇലക്ഷന് തൊട്ട് മുന്നേ ചർച്ച നടത്തിയത് വലിയ ചർച്ചയാകുകയും അത് വോട്ട് റോഷന് ഭയങ്കര കാരണമായി. CPM തന്നെ പരോക്ഷമായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. CPI അതിനെങ്ങനെയാണ്? അല്ല, ആ ചർച്ച ഒഴിവാക്കേണ്ടതായിരുന്നു. പോളിംഗ് ഡേയിലുള്ള ഓപ്പൺ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു. CM-ല്ല, LDF കൺവീനറുടെ ഒഴിവാക്കേണ്ടതായിരുന്നു. അല്ല, ഇത് നമ്മൾ പിന്നെ ആരോടൊക്കെ എങ്ങനെയൊക്കെ ബന്ധം സ്ഥാപിക്കും, അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ അതൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രസ്താവനകൾക്കെല്ലാം ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് ഓർക്കേണ്ടതാണ്. LDF-ന്റെ ഭാഗമാണ്. അപ്പോൾ LDF കൺവീനർ തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് അത് LDF റൈസ് ചെയ്യും പാർട്ടി. When the situation arises. അച്യുതൻ മേനോൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജൻ കേസ് സംഭവിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പൊതുവെ പലരും പറയുന്നുണ്ട്. അച്യുതൻ മേനോന്റെ അറിവോടുകൂടി CPI ഭരിക്കുന്ന ഒരു സമയത്ത് അതിന്റെ ഒരു പാപക്കറ ഇപ്പോഴും CPI-യുടെ മുകളിലുണ്ടോ രാജൻ കേസ്? രണ്ട് കാര്യങ്ങൾ തെറ്റിപ്പോയി. ഒന്ന്, അച്യുതൻ മേനോന്റെ അറിവോടെ എന്ന പ്രയോഗം തെറ്റ്. അറിവോടെ അല്ലായിരുന്നു. അച്യുതൻ അറിയട്ടേ ഇല്ല. അച്യുതൻ മേനോൻ ജീവിതത്തെ ഏറ്റവും അധികം ദുഃഖിച്ച സംഭവമായിരുന്നു അത്. അതാണ് അച്യുതൻ മേനോന് നല്ല ബോധ്യമായിരുന്നു അങ്ങനെ സംഭവം ഉണ്ടാവില്ല എന്ന്. അച്യുതൻ അഭിനയിച്ചില്ല, കരുണാകരനെ അഭിനയിച്ചു. കരുണാകരനെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. ASF പ്രസിഡൻ്റായിട്ട്. ASF പ്രസിഡൻ്റാണ് ഞാൻ പോയിട്ടുണ്ട്. കരുണാകരൻ എന്നോട് പറഞ്ഞു, ഞാനുണ്ട്, അബ്ദുൽ ഖാദർ സെക്രട്ടറി, ഞാൻ പ്രസിഡൻറ്റ്, എന്നീ ഗീത ജോയിൻറ്റ് സെക്രട്ടറി, V3 went to him. ഹോം മിനിസ്റ്ററൊക്കെയാണ്, മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെയൊക്കെ അറിയാം, ഗീത പ്രത്യേകിച്ചും അറിയാം, പാർലമെൻറ്റ് മോളായതുകൊണ്ട്. എൻ്റെ അച്ഛനെ അറിയാം, CK എന്ന് പറഞ്ഞിട്ടറിയാം, നിങ്ങളെ അങ്ങനെയൊക്കെ അറിയാം, എങ്കിലും വാം വെൽക്കം വിളിച്ചിരുത്തിയിട്ട് നിങ്ങളോട് പറഞ്ഞു, പിന്നെ എനിക്ക് നല്ലവണ്ണം അറിയാം, ക്യാമ്പസിൽ ഏറ്റവും നിങ്ങളെ ബുദ്ധിമുട്ടുന്നത് ASF. ഇതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങളല്ലേ പറയേണ്ടത്. മനസ്സാ വാച അറിയാത്ത കാര്യത്തിൽ ഞങ്ങൾ വിഷമിക്കുന്നുണ്ട്. ഞങ്ങളെക്കാളും വിഷമം ഈ കുട്ടികളൊക്കെ നിങ്ങളോടല്ല ചോദിക്കുന്നത്. ഹീ പ്രിറ്റൻഡഡ്. അച്യുതനെ അറിയാൻ പാടില്ല. അച്യുതനാണെങ്കിൽ പറയും, ചുമ്മാ നടക്കാത്ത കാര്യം എന്ന് പറഞ്ഞിട്ട് ശല്യപ്പെടുത്താൻ അച്ഛൻ നിങ്ങളോട് ചോദിക്കും. കാരണം അച്യുതന് അതിൽ പങ്കാളിത്തം ഇല്ലെന്ന് വിശ്വസിച്ച ആളായിരുന്നു. ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഹി വാസ് സോ സാഡ്. ആ വാക്കത്ത് തന്നെയാണ്. ഇൻഎഫിഷ്യൻസി അല്ല, അന്നത്തെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. അടിയന്തരാവസ്ഥ വരെ കരുണാകരൻ അടക്കം എല്ലാ മന്ത്രിമാരും വാസ് അബ്സല്യൂട്ട്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. എല്ലാ പാർട്ടികളിലും പെട്ടു. ലാസ്റ്റ് വേർഡായിരുന്നു. അടിയന്തരാവസ്ഥ വന്നപ്പോൾ പുതിയൊരു കാലാവസ്ഥ വന്നു. കരുണാകരനിലെ ഒരു അധികാര ദുർമോഹിയുടെ എല്ലാം വന്ന് പോലീസിൻ്റെ മേലുള്ള പിടി, റിപ്പോർട്ടിങ് എല്ലാം അവിടെ മൊത്തമാക്കാൻ ചുരുക്കി. അപ്പോൾ അത് അടിയന്തരാവസ്ഥ പുതിയ സിറ്റുവേഷനായിരുന്നു. അത് കരുണാകരൻ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തി. അച്യുതൻ അറിയിട്ടില്ല. അറിയാത്ത കൊണ്ട് തന്നെ അച്യുതൻ അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടും നൈർമല്യം കൊണ്ടുമാണ് പറഞ്ഞത്, ഞാൻ രാവിലെ തോർത്തിട്ട് നിങ്ങളുടെ മോനെ അന്വേഷിച്ചെടുക്കണമെന്ന് ചോദിച്ചു. കാരണം അച്യുതൻ മേത്തലൊക്കെ പറഞ്ഞു, വളരെ എനിക്ക് അറിയില്ല, അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും
ഈ ചിലവരുടെ അച്ഛനുണ്ടല്ലോ, അങ്ങനെ വീണ്ടും 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 ഈ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ കാര്യം പറഞ്ഞ് ഓവറായപ്പോഴത്തെ അച്യുതാനന്ദൻ്റെ സെക്രട്ടറി ക്ഷമ പോയി കാണും. അച്യുതാനന്ദ അഭിനേതാവല്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു തുടങ്ങും. പക്ഷേ അദ്ദേഹം പശ്ചാത്തലത്തിലുണ്ടായിരുന്നു സംഭവത്തിൽ അറിയാത്തതിനെ പറ്റി. പാർട്ടി കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി. കേരളം CPയുടെ മാത്രമല്ല, കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ്. ഒരിക്കലുമല്ല. He was the first chief minister of Kerala. He was a great theoretician. കേരളം കണ്ട ഏറ്റവും ഭാവനാശാലിയായിട്ടുള്ള മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ്. അത് ചരിത്രം അംഗീകരിച്ച കാര്യമല്ലേ. ആയിരുന്നു. മാസ മുഖ്യമന്ത്രി അഡ്മിനിസ്ട്രേറ്റർ 100 times അച്യുതാനന്ദനായിരുന്നു. EMS has his own greatness. പിണറായി വിജയൻ കമ്മിറ്റബിൾ ചീഫ് മിനിസ്റ്റർ. CPI ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ഓൾഡസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഒന്നായിരിക്കണം. ഏകദേശം 100 വർഷം ആവാൻ പോകുന്നു. CPI അല്ല, ഇപ്പൊ 25-ലാണ്. CPM 20 എന്ന് പറയുന്നു, 19-20 എന്ന് പറയുന്നു. CPI 25 എന്ന് പറയുന്നു. അതും ഭിന്നിപ്പിൻ്റെ ബാക്കി പത്ര. ഭിന്നിപ്പ് വരെ വി ഹാവ് ഓൺലി 1%. ഭിന്നിച്ചപ്പോഴത്തേക്കും അതൊരു ഭിന്നിപ്പൊരു പ്രശ്നം, ഭിന്നിപ്പൊരു രോഗമാണ്. വി ക്യാൻ കാൾ ഇറ്റ് സ്പ്ലിറ്റ് സിൻഡ്രോം എന്ന് വിളിക്കാം. സ്പ്ലിറ്റ് സിൻഡ്രോം അത് വന്നാൽ എല്ലാത്തിലും വ്യത്യാസം വേണം. സ്റ്റേറ്റ് ഗവൺമെന്റ് വീണ്ടും പഴ്സ്യൂ ചെയ്യാണ് സിൽവർ ലൈൻ പ്രോജക്റ്റ്. കഴിഞ്ഞ തവണ CPMന്റെ MP-മാരൊക്കെ ചേർന്നിട്ട് റെയിൽവേ മിനിസ്റ്ററെ കണ്ടപ്പോൾ താങ്കൾ മാത്രം ആബ്സെന്റ് ആയിരുന്നു. CPIയുടെ MP-ക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പറയുന്നതാണ്. അല്ല, കേരളത്തിൽ ഇപ്പോഴത്തെ അടിയന്തര വിഷയം സിൽവർ ലൈനല്ല. ഇപ്പോൾ സിൽവർ ലൈനെ വീണ്ടും കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല. സിൽവർ ലൈൻ ആവശ്യമുണ്ടോ കേരളത്തിന്? വേഗത്തിലുള്ള യാത്രാ സംവിധാനങ്ങൾ വേണം. അത് സിൽവർ ലൈൻ തന്നെയാണോ എന്നൊക്കെ ആലോചിക്കണം. ആൾക്കാരുടെ സ്ഥലത്തിൻ്റെ മേലുള്ള ഇതും പിന്നെ അതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചില കാര്യങ്ങളിലെങ്കിലും താങ്കളൊന്ന് മാറി നിൽക്കുന്നതായിട്ട് കണ്ടു ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ഈ സിൽവർ ലൈൻ്റെ വിഷയത്തിലാണ്. അതിന് മുന്നേ ഈ ഫസ്റ്റ് പിണറായി ഗവൺമെന്റ് ആയിരുന്നു മാവോയിസ്റ്റുകളെ ഷൂട്ട് ഡൗൺ ചെയ്തത്. അന്ന് ഒരു സ്ലേവ് മാവോയിസ്റ്റിനെ താങ്കൾ നേരിട്ട് പോയി കാണുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. What is wrong in that? റോങ് തെറ്റ് ഞാൻ കാണുന്നില്ല. മാവോയിസത്തോടെ ഏറ്റവും അധികം ആശയപരമായിട്ട് അംഗം വെട്ടിയ പാർട്ടി CPI. ഞങ്ങളവിടെ പറഞ്ഞത് മാവോയിസ്റ്റ് ഞങ്ങൾ പറഞ്ഞ വാക്ക് എന്താണ്? ഞങ്ങൾ അല്ലല്ല, ഞങ്ങൾ പറഞ്ഞത് മാർക്സിസത്തിൻ്റെ വികൃത അനുകരണം എന്നാണ് പറഞ്ഞത്. മാർക്സിസത്തിൻ്റെ മാവോയിസം എന്നാണ് പറഞ്ഞത്. അത് മാർക്സിസം അല്ല, മാർക്സിസത്തിൻ്റെ വികൃത അനുകരണമാണ് എന്നാണ് CPI പറഞ്ഞത്. ദാറ്റ് മീൻസ് ഐഡിയോളജിക്കലി വി ആർ ഒപ്പോസ്റ്റ് ടു ദം. അതിൻ്റെ അർത്ഥം ഒരാൾക്ക് വിശ്വാസം കൊണ്ട് മാവോയിസ്റ്റാകാനുള്ള അവകാശമുണ്ട്. അത് അയാളെ കൊല്ലാനുള്ള കാരണമാകാൻ പാടില്ല. രാഷ്ട്രീയ ബോധ്യങ്ങളുടെ പേരിൽ ആരെയും കൊല്ലാൻ പാടില്ല എന്നാണ് CPI സ്റ്റാൻഡ്. അതുകൊണ്ട് അങ്ങനെ നീക്കം ഉണ്ടായാൽ ഞങ്ങൾ ഇനിയും പോയി കാണും. ഞാൻ രൂപേഷിൻ്റെ മോളുടെ കല്യാണത്തിന് പോയിട്ടുണ്ട്. രൂപേഷ് ജയിലിൽ കിടക്കുന്ന മാവോയിസ്റ്റാണ്. എനിക്ക് കുറ്റബോധമില്ല. ഞങ്ങളൊക്കെ ഒരു പാരമ്പര്യം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പല ആൾക്കാരും എത്രയോ കൊല്ലം ഒളിവ് കഴിഞ്ഞവരാ. അന്ന് ഞങ്ങളെ രക്ഷിച്ച പലരും CPIക്കാർ മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് നിൽക്കുന്ന കുടുംബങ്ങളിൽ ഞങ്ങൾക്ക് അഭയം കിട്ടിയിരുന്നു. ഞങ്ങളുടെ ശരികളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പം അങ്ങനൊരു പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് ഭരണം കിട്ടുമ്പോഴത്തേക്കും മാവോയിസ്റ്റുകളെ ജയിലടക്കുക. UAP വെറുക്കപ്പെട്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് മുമ്പിലുള്ള വഴിയല്ല UAP. ഇനിയും ഞങ്ങളത് പറയും. എന്നിട്ടും CPI ഭരണത്തിരിക്കുമ്പോൾ 2 കുട്ടികളെ UAP ചുമത്തുന്നത് ഇറ്റ് വാസ് എ റോങ് സ്റ്റെപ്പ്. അല്ലല്ല, അത് റോങ് ആണ്. CPI അത് പറയുന്നുമുണ്ട്. പക്ഷെ CPIക്ക് എന്താ ഇന്റർവീൻ ചെയ്യാൻ പറ്റാത്തത്? CPIക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. CPIക്ക് ഐഡിയോളജിക്കൽ ഇങ്ങനൊരു ബോധ്യമുണ്ടെങ്കിൽ അത് തടയുകയല്ലേ വേണ്ടത്? ആവർത്തിച്ചില്ലല്ലോ. പിന്നെ അത് ആവർത്തിച്ചില്ലല്ലോ. പിന്നെ UAP ഉണ്ടായില്ലല്ലോ ഇവിടെ. UAP ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? CPI ഇടപെട്ടുകൊണ്ടാണ്. മാവോയിസ്റ്റുകളിൽ അടക്കമുള്ള ഏത് രാഷ്ട്രീയ ആശയങ്ങളെയും നേരിടേണ്ടത് ആശയപരമായിട്ടാണ്, നോട്ട് ത്രൂ ദ ബുള്ളറ്റ്സ് കൊണ്ട് ആശയത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. ബുള്ളറ്റ്സുകൾക്ക് ആശയങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ
കമ്മ്യൂണിസം പണ്ടേക്ക് വേണ്ടി ഇല്ലാതാക്കുമായിരുന്നു. അത്രയധികം ബുള്ളറ്റ്സും മർദ്ദനങ്ങളും ജയിലും ഏറ്റ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI. അപ്പോൾ അത് തെറ്റായ മാർഗമാണ്. CPM-ന് മാത്രം അത് മനസ്സിലാകാത്തതാണ്. അല്ലാതെ അവരോട് ചോദിക്കണം. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനുമായിട്ട് CPI-യുടെ മന്ത്രിയായിരുന്ന ബിനോയ് വിശ്വത്തിനോട് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ സ്ട്രെയിൻഡ് ആണെന്ന് വെച്ചാൽ അല്ല, ഇറ്റ്സ് കോഡിയൽ റിലേഷൻഷിപ്പ്. കോഡിയൽ നോട്ട് എന്താ ഒരു പാർട്ടി കൊളീഗ് അല്ലെങ്കിൽ വലിയ കൊളീഗ് എന്ന നിലയ്ക്ക് VS താങ്കളെ പരിഗണിച്ചിരുന്നില്ല എന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ട്. എനിക്കറിയില്ല, അത് എൻ്റെ പദ്ധതി അങ്ങനെ ഇല്ലെന്നാ. ഞാനൊരു നല്ല വനമന്ത്രിയായിരുന്നു. ഐ വാസ് എ ട്രൂ എൻവയോൺമെൻ്റലിസ്റ്റ്. ഐ സ്റ്റുഡ് ഫോർ ദി എൻവയോൺമെൻറ്റ്. അപ്പോൾ അതിനോടൊക്കെ VS യോജിപ്പല്ലേ ഉള്ളത് അല്ലേ? VS താങ്കളെ കുറിച്ച് അത്ര എഫിഷ്യൻ്റായ ഒരാളാണ് എന്ന മട്ടിലല്ല സംസാരിച്ചിരിക്കുന്നത്. ആരോട്? പൊതുവിൽ പബ്ലിക്കലി പറഞ്ഞില്ല. VS കേരളത്തിലെ വനങ്ങളെ ഏറ്റവും നല്ലവണ്ണം രക്ഷിക്കപ്പെട്ട കാലം അതായിരുന്നു. ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. വനവിസ്തൃതി കൂടിയ കാലം അതായിരുന്നു. വനം മാഫിയയെ പിടിച്ചു കെട്ടിയ കാലം അതായിരുന്നു. ചന്ദനക്കൊള്ളയ്ക്ക് അന്ത്യം കുറിച്ച കാലം അതായിരുന്നു. വൈൽഡ് ലൈഫ് പോസ്റ്റിംഗ് ഏറ്റവും കുറഞ്ഞ കാലം അതായിരുന്നു. എണ്ണി ഞാൻ പറയാം. അച്യുതാനന്ദൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ട് പിന്നെ കേരളത്തിൽ ഈ പൊതുഭൂമിയെ വനഭൂമിക്ക് കാലം അതായിരുന്നു. കൊല്ലങ്ങളായിട്ട് പെൻഡിങ് കിടന്നിട്ടുള്ള ഒന്നാണ് മാങ്കുളത്തെ ഭൂമി വനമായിട്ട് പ്രഖ്യാപിക്കൽ. KDH വില്ലേജിലെ പലർക്ക് കൈകാര്യം വേണ്ടി തുറന്നു കൊടുത്തിരുന്ന ആ ഭൂമി വനഭൂമിയെ പ്രഖ്യാപിച്ചത് തുടങ്ങി എത്രയുണ്ട്. അപ്പോൾ എനിക്ക് സംശയമേ വേണ്ട, കേരളത്തിലെ ഏറ്റവും മികച്ച വനമന്ത്രി ഞാനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. ഞാൻ കാലം ശരിവെക്കുന്നുണ്ട്. അല്ല, എൻ്റെ സംശയം അങ്ങനെ നിൽക്കേണ്ട ഒരു ശരിക്ക് വേണ്ടി നല്ലവണ്ണം പോരാടിയ ശരികൾ ചെയ്ത ഒരാളെ എൻവയോൺമെൻറ്റലിസ്റ്റായിട്ട് കമ്മ്യൂണിസ്റ്റായിട്ടുള്ള VS ഇഷ്ടമാണെന്ന് എൻ്റെ വിശ്വാസം. എൻ്റെ ബോധ്യം അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ പുതിയവരാണ് എനിക്ക്. VS മന്ത്രിമാരുടെ വകുപ്പുകളിൽ കൈകടത്താറുണ്ടായിരുന്നു. അല്ലേ, വനം വകുപ്പ് കൈകടത്തിട്ടില്ല. തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിയായിരുന്നു. VS അങ്ങനെ നോക്കിയാൽ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു. കുറച്ചുകൂടെ എല്ലാ തരത്തിലും ഞങ്ങളെല്ലാവരും നല്ലവണ്ണം ഞങ്ങളുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ആൻഡ് വി ഡിഡ് വെരി വെൽ. അതിലൊന്നും VS കൈകടത്തിട്ടില്ല. എനിക്കറിയാൻ പാടില്ല, ഞാൻ ക്യാബിനറ്റില്ലല്ലോ. ഇല്ല, ഉണ്ടാകാൻ വഴിയില്ല. പക്ഷേ ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ഇപ്പൊ ഇലക്ഷൻ തൊട്ടുമ്പോ തന്നെ സപ്ലൈകോ വിവാദം ഒരു വലിയ സംഭവമാണ്. എസെൻഷ്യൽ കമ്മോഡിറ്റീസിന്റെ വലിയ ഷോർട്ടേജ് ഗവൺമെന്റ് വലിയ നാണക്കേട് ഉണ്ടാക്കിയ സംഭവമാണ്. പക്ഷെ അതിൽ CPI-യുടെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ധനവകുപ്പിൽ നിന്നുള്ള പിന്തുണ കുറവുള്ളത് കൊണ്ടാണ് ഇത് തെറ്റായിരുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ധനത്തിൻ്റെ കുറവുണ്ട്, ധനവകുപ്പിൽ നിന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണത്. ഞങ്ങൾക്ക് കടുത്ത ധനക്കമ്മിയുണ്ട്, ധനപ്രതിസന്ധിയുണ്ട്. അത് LDF-ലുള്ള എല്ലാ വകുപ്പുകൾക്കും ഉണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രശ്നം അതാണ്. കേരള ഗവൺമെൻറ്റിന് കിട്ടേണ്ട സാമ്പത്തിക വിഹിതം കിട്ടുന്നില്ല. അതിൻ്റെ കാര്യം രാഷ്ട്രീയ വൈരാഗ്യമുള്ളൊരു കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിന് സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടിക്കുകയാണ്. വി ആർ അണ്ടർ ആൻ എംബാർഗോ, സാമ്പത്തിക എംബാർഗോ നേരിടുകയാണ്. അതിൻ്റെ പ്രശ്നം എല്ലാ വകുപ്പുകൾക്കും ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് സപ്ലൈകോയെ പോലെ മെയിനായൊരു വകുപ്പിന് കിട്ടേണ്ടവർ കിട്ടിയിട്ടില്ല. കിട്ടിയേ തീരും. അല്ല, VS അനുഭവത്തിൽ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗവൺമെന്റിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് പല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു പെർസെപ്ഷൻ മാനേജ്മെന്റിൽ വലിയ പരാജയമാണ് ഈ ഗവൺമെന്റ്. അങ്ങനെ തോന്നിയിട്ടുണ്ട് സാർ? ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ആ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതിന് പകരം ഒരുപാട് വിവാദങ്ങളിൽ പെട്ട് ഡേ 1 മുതൽ വിവാദങ്ങളിൽ പെട്ട് ഉഴലുകയാണ് ഈ ഗവൺമെന്റ്. ഒരു പെർസെപ്ഷൻ മാനേജ്മെന്റിൽ വലിയൊരു പരാജയമാണ് ഈ ഗവൺമെന്റ് എന്നാണ് പൊതുവെ തോന്നുന്നത്. ഗവൺമെന്റ് വിജയമാണ് ഈ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് ഒരുപാട് പേർക്ക് വീട് കൊടുത്ത ഗവൺമെന്റാണ്, ഒരുപാട് ഫുഡ് കൊടുത്ത ഗവൺമെന്റാണ്. കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, പെർസെപ്ഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഔട്ട് ഓഫ് പെർസെപ്ഷൻ അതൊക്കെ ഉണ്ടായത്. ഒരുപാട് പ്രതികൂലമായ സാഹചര്യത്തിലും പാവങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യം ചെയ്തു. അല്ലെ, ലൈഫ് പദ്ധതി, ഭൂമി കൊടുത്ത കാര്യം, സ്കൂളുകളുടെ നിലവാരം ഉയർത്തിയത്, നമ്മുടെ ആരോഗ്യരംഗത്തുണ്ടായ മാറ്റം നല്ല ചെറിയ മാറ്റമാണോ? യു ഗോ ടു എനി ഹോസ്പിറ്റൽ,
നല്ല You കാര്യങ്ങൾ go to ചെയ്യുന്നില്ല any government schools. പക്ഷെ നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ കൊണ്ടുപോയി അറിയിക്കുക കൂടി വേണമല്ലോ, അല്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇതെല്ലാം ഉണ്ടാകുന്ന ഔട്ട് ഓഫ് പെർസെപ്ഷനാണ്. LDFിൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള പെർസെപ്ഷൻസാണ് ഇതൊക്കെ മാറിയത്. അതിൻ്റെ പക്ഷപാതിത്വമാണ്. സ്കൂളുകൾ എങ്ങനെ വേണം, സാധാരണക്കാരുടെ മക്കളുടെ സ്കൂളുകൾ എങ്ങനെ നിലവാരം വരുത്തണം, എങ്ങനെ നമ്മൾ ആരോഗ്യരംഗത്ത് മാറ്റം വരുത്തണം, എങ്ങനെ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കണം, എങ്ങനെ വീട് കൊടുക്കണം, ഇതെല്ലാം ഉണ്ടായത് ലെഫ്റ്റ് പെർസ്പെക്റ്റീവ് എന്നുണ്ടായതാണ്. ആ പെർസ്പെക്റ്റീവാണ് നേട്ടം മാറിയത്. പക്ഷെ എങ്കിൽ നമ്മൾ ഇത്രയും ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങുമായിരുന്നു സാർ. ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഇതേപോലെ ഒരു സീറ്റിലേക്ക് കഷ്ടി ഒരു ജയത്തിലേക്ക് അല്ല, അതെല്ലാം കണ്ടുകൊണ്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്. ജനങ്ങൾ വോട്ട് ചെയ്തത് അതിനപ്പുറത്ത് വേറെ പല ഘടകങ്ങൾ സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ടായി കാണും. ഈ അതിലൊരു ഘടകമായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം, അതിലൊരു ഘടകമായിരുന്നു. എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. ആ കേസിൽ മുഖ്യമന്ത്രിയെ പറ്റി ഞാൻ പറയാം. അത് മുഖ്യമന്ത്രിയുടെ മോളെ പറ്റി പറഞ്ഞ കാര്യം എനിക്കെന്താ, ഐ എം നോട്ട് പാർട്ടി ടു ഇറ്റ്. ആ ഒരു അലിഗേഷൻ ജനങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്, അതായത് ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഇതിനൊരു കാരണമായിട്ടുണ്ടോ, അത് താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി എല്ലാത്തിനകത്തൊന്നും ജനങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടണം, അത്രയേ ഉള്ളൂ. എന്നത് ആശയക്കുഴപ്പമായിട്ട് മാത്രം തള്ളിക്കളയാൻ പറ്റുന്നതാണോ ഒരു അത്ര മേജർ അലിഗേഷൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുമ്പോൾ? അല്ല, ലെറ്റ് ദ കൺസേൺ പീപ്പിൾ എൻക്വയറി അബൌട്ട് ദാറ്റ്, അത്രയേ ഉള്ളൂ. CPI ആവശ്യപ്പെടുമോ, അതിലൊരു ക്ലാരിറ്റി ആവശ്യപ്പെടുമോ? അപ്പം എന്തിന്? അത് എത്തിക്കലി ലീഗലി കറക്റ്റ് ആയിരിക്കാം. അല്ല, മുഖ്യമന്ത്രി കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനകത്തേക്ക് നോക്കല് എൻ്റെ രാഷ്ട്രീയ ഘടനയല്ല, അത് മുഖ്യമന്ത്രി കുടുംബകാര്യമാണ്. പക്ഷെ അത് പാർട്ടി മുഖ്യമന്ത്രിയെ പറ്റി സംസാരിക്കുക, അല്ല മുഖ്യമന്ത്രിയുടെ മോളെ പറ്റി, മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളെ പറ്റി പറഞ്ഞ കാര്യം ചർച്ച ഞാൻ കാണുന്നില്ല. നോട്ട് മൈ കൺസേൺ. പൊതുവിൽ ഡിപ്രഷൻ ഉണ്ടോ? ഒന്നാം പിണറായി ഗവൺമെന്റ് വളരെ നന്നായിരുന്നു, കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹാൻഡ്സ് ഉണ്ടായിരുന്നു. ഒന്നാം പിണറായി ഗവൺമെന്റിന് ഉണ്ടായിരുന്ന ഒരു ഇമേജ് രണ്ടാം പിണറായി ഗവൺമെന്റിന് ഇല്ലായിരുന്നു. ഈവൻ CPM തന്നെ അതിനകത്തുള്ള ഇന്റേണൽ ക്രിറ്റിസിസം ഒക്കെ അങ്ങനെയാണ് വരുന്നത്. CPI അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കണ്ടിന്യൂറ്റിയാണ് രണ്ടാം പിണറായി സർക്കാർ, അത്രയേ ഉള്ളൂ. ഇല്ല, പക്ഷെ അതിലെ പ്രഗത്ഭരായ അല്ലെങ്കിൽ അതിലെ വളരെ മികച്ച പെർഫോമർ ആയ പലരെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് രണ്ടാം അല്ല, ഗവൺമെന്റ്. അതിപ്പോൾ ഓരോ പാർട്ടിയുടെ റൈറ്റാണ്, അവരുടെ പെർഫോമൻസ് ആരാണെന്ന് ആലോചിക്കേണ്ടത്. ലെറ്റ് ദ പാർട്ടീസ് ഹാവ് ദ റൈറ്റ്. ഈഴവ കമ്മ്യൂണിറ്റി CPMന്റെ ഒരു ബാക്ക് ബോൺ ആണ്. ആ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് BJPയിലേക്കുള്ള ഒരു ഒഴുക്ക് തുടങ്ങിയിട്ട് 2016 തുടങ്ങിയതാണ്. അതിന് കുറച്ചുകൂടി ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2024 എത്തുമ്പോൾ അത് വളരെയധികം കൂടി. ഈഴവ കമ്മ്യൂണിറ്റിയെ പറ്റി പറയുമ്പോഴത്തേക്ക് കമ്മ്യൂണിറ്റി എന്ന് ചുരുക്കണ്ട, ഞങ്ങളതിനെ കാണുന്നത് ദർശനമായിട്ടാണ്, സീതാരായണ ദർശനമായിട്ടാണ്. സീതാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളുടെ സ്വാധീനമുണ്ട് ആ കമ്മ്യൂണിറ്റിക്ക്. ആ ദർശനങ്ങളുടെ സ്വാഭാവിക ബന്ധുക്കളാണ് ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെയാണ് ആ വിഭാഗം പൊതുവിൽ CPIയുടെയും CPMൻ്റെയൊക്കെ രാഷ്ട്രീയ മിത്രങ്ങളായി മാറിയത്. ആ രാഷ്ട്രീയ മിത്രങ്ങളുടെ വലിയ വിഭാഗത്തിന് ഇന്ന് എന്തെങ്കിലും ചിന്താപരമായിട്ടുള്ള വ്യതിയാനമുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾ നോക്കണം. അത് ഉറച്ച അടിത്തറയാണ്. സീതാരായണ ദർശനങ്ങൾ ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷ ആശയങ്ങളുടെ വികാസത്തിൽ വലിയ പങ്ക് വഹിച്ചു ഒന്നാണ്. ആ പങ്കിനെ നല്ലവണ്ണം മാനിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ കഴിയണം. ആ ദർശനങ്ങളുടെ മേൽ എന്തെങ്കിലും വിശ്വാസമുള്ളവർക്കാർക്കും ഒരിക്കലും BJPയിലേക്ക് അണികളെ പറഞ്ഞയക്കാൻ പറ്റില്ല. അതൊരു ദാർശനികമായിട്ടുള്ള വലിയ അപഭ്രംശമാണ്, ഭയങ്കര ഡീവിയേഷനാണ്. ശ്രീനാരായണ പ്രസ്ഥാനത്തിന് അതിൻ്റെ ആ ദർശനങ്ങളുടെ പരിശുദ്ധി കാത്തുരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. എന്നാൽ ലെഫ്റ്റ് അതിനെ കാണുന്നത്, ഞങ്ങളത് പാലിക്കുന്നവരായിരിക്കും. ഇത്തവണത്തെ LDFന്റെ ലോക്സഭാ ഇലക്ഷൻ ക്യാമ്പയിൻ മേജർലി സെന്റർഡ് അറൗണ്ട് CAA ആയിരുന്നു. അപ്പോൾ അത് ഇടതുപക്ഷം തന്നെ അല്ലെങ്കിൽ CPM തന്നെ പലരും പറയുന്നത് CAAയിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന്. CPI എങ്ങനെ കാണുന്നുണ്ട്? ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ അനുഭവങ്ങളുടെയും വിജയപരാജയങ്ങളുടെയും എല്ലാം പാഠങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പം ഇതടക്കം പലതും ഞങ്ങളുടെ ക്യാമ്പയിനിൽ നൽകിയ ഊന്നലുകൾ, ക്യാമ്പയിൻ ചെയ്ത രീതി, അതിനൊക്കെ എവിടെയെങ്കിലൊക്കെ പിഴവുണ്ടോ, പാളിച്ചയുണ്ടോ, കുറവുണ്ടോ, ഇതൊക്കെ നോക്കണമല്ലോ. നോക്കും. നേരത്തെ കാൻഡിഡേറ്റ്സിന്റെ കാര്യം ശ്രദ്ധിച്ചു വെച്ചപ്പോൾ ഈ മികച്ച കാൻഡിഡേറ്റ്സ് ആയിരുന്നു എന്ന് പറഞ്ഞ ഒരു സംശയമില്ല, നല്ല കാൻഡിഡേറ്റ്സ് ആയിരുന്നു. പക്ഷെ തിരുവനന്തപുരത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറി ഒരു റിട്ടയർഡ് ലൈഫ് എന്ന് പറയാവുന്ന ലൈഫ് നയിക്കുന്ന പന്ന്യൻ സ്രാവിനെ കൊണ്ടുവരേണ്ട അത്രയും സ്ഥാനാർത്ഥി ഷോർട്ടേജ് ഉണ്ട് CPI.
നിങ്ങൾ അങ്ങനെ എന്താണ് വായിക്കാൻ ഇന്ത്യൻ്റെ വിധം ത്രൂ ഔട്ട് ആക്റ്റീവ് ആയ ഒരാളെ പറ്റും നിങ്ങൾ പറയുവാണ് എവിടെയോ പോയിരുന്ന ആളാണ്. ഒരു നിമിഷം പോലും ഗ്യാപ്പ് എടുക്കാതെ പന്നീൻ്റെ വിധം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് തീരുമാനിച്ചു അദ്ദേഹം പോയി മൂലയ്ക്ക് ഒതുങ്ങിയെന്ന് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. ഓൾവേസ് ഹി വാസ് എമൻ ദ പീപ്പിൾ, ഓൾവേസ്, എവരി ഡേ, എവരി മിനിറ്റ് സജീവമായിട്ടുണ്ടായിരുന്നു. ഈ നഗരത്തിൽ അന്നും ഇന്നും ഇലക്ഷന് മുമ്പും ഇലക്ഷൻ കഴിഞ്ഞിട്ടും എല്ലാ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും കൂടെ നിൽക്കുന്ന ഒരാളെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ വളരെ സ്നേഹത്തോടെ പറയുവാണ്. അതൊരു നിരുത്തരവാദപര പ്രസ്താവനയായി, നിരുത്തരവാദപരമായ റെസ്പോൺസിബിൾ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലല്ലോ. ഞാൻ ചോദിച്ചെന്ന് വെച്ചാല് രവിയൻ ആ സമയത്ത് പാർലമെന്ററി ഒരു പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തനം പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ ഒരു കള്ളി, പിന്നെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ വേറൊരു കള്ളി, മത്സരത്തിൻ്റെ അതൊക്കെ ഒന്നിൻ്റെ ഭാഗം തന്നെയാണ്. ഫോറസ് ഇതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇതെല്ലാം മത്സരം അതിലൊന്നും മാത്രം. അല്ലാതെ മത്സരം എന്തോ ദിവ്യമായിട്ടുള്ള കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നുമില്ല. മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, വേണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല. അതിനപ്പുറത്ത് മത്സരിക്കപ്പെടുത്ത് ഞങ്ങളൊക്കെ അത് ക്യാമ്പയിനിൽ ചിലപ്പോൾ ദൈവങ്ങളെന്നൊക്കെ വിളിക്കുമായിരിക്കും. ക്യാമ്പയിനല്ല രാഷ്ട്രീയം. അത് മാധ്യമങ്ങൾക്കൊരു ആവശ്യം എല്ലാ പാർട്ടികളിലും ഉണ്ടെന്ന് വരുത്താൻ വേണ്ടി CPIക്ക് ഒരു ഫാക്ഷനിസ്റ്റ് പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. CPIയുടെ ഘടന അതിന് നിൽക്കാത്തതാണ്. ഇതിൻ്റെ ജീൻ അതല്ല. അറിയാത്ത കുറച്ച് പേർക്ക് താല്പര്യം കാണും ഫാക്ഷനിസം കൊണ്ടുവരാൻ. പക്ഷേ ഫാക്ഷനിസത്തിൻ്റെ പാർട്ടിയാകാൻ പറ്റില്ല CPIക്ക് ചർച്ചകൾ വേണ്ടി വരും. ചർച്ചകൾക്ക് കലവറ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫാക്ഷനിസം, ഏത് പാർട്ടിയും ഫാക്ഷൻ വന്നാൽ, ഗ്രൂപ്പ് വന്നാൽ പിന്നെ ഗ്രൂപ്പ് ജയിപ്പിക്കാൻ നോക്കും, പാർട്ടി തോറ്റു പോകും. അത് സെക്രട്ടറി എൻ്റെ ലക്ഷ്യവും എൻ്റെ ദൗത്യവും പാർട്ടി ശക്തിപ്പെടൽ മാത്രമാണ്. അതിന് ഗ്രൂപ്പ് ബാധകല്ല. ഞാൻ ഗ്രൂപ്പിൻ്റെ ആളാകാനില്ല, ഗ്രൂപ്പില്ല. ഫ്രണ്ട്ഷിപ്പിന് അങ്ങനെ രാഷ്ട്രീയ വരെ വരയ്ക്കാൻ പാടില്ല. So many friends. Rahul Gandhi is a good friend. കേരളത്തിൽ my best friend was Peter Thomas.